പിൽക്കാലഘട്ടത്തിൽ പൗലോസ് ശ്ലീഹ എന്ന് അറിയപ്പെട്ട ശൗൽ എന്ന തർസോസിലെ പ്രസിദ്ധനായ ഒരു കച്ചവട പ്രമാണിയുടെ മകൻ എങ്ങനെയൊക്കെ ക്രൈസ്തവ മാർഗത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ക്രൂരതയോടെ വളരെ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലത്ത് ശൗൽ കൊലയും അക്രമവുമൊക്കെ നിശ്വസിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ലീഗലായ സപ്പോർട്ടുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു. നിയമപരമായ ഒരു സാധുത ഉണ്ടെങ്കിൽ ഈ കൊല നടത്താൻ പറ്റുമെന്ന് വിശ്വസിച്ചു. പറ്റുമായിരുന്നു അന്ന്. എന്ന് വെച്ചാൽ ഒരു സമൂഹം അക്രമാസക്തമാകുമ്പോൾ പോലീസ് വെടിവെക്കാൻ ഉത്തരവുണ്ടാവും. കളക്ടറാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ചില ഘട്ടങ്ങളിൽ അത്ര ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. അപകടമൊന്നും വരാതെ ആളുകൾ പുറപ്പെട്ടു പോകാനാണ് ആദ്യം നിർദ്ദേശം കിട്ടുന്നെങ്കിലും ചിലപ്പോൾ ആളുകളെ തന്നെ വെടിവെക്കാൻ പറയും. അപ്പോഴും കഴിവതും ആളിനെ കൊല്ലാനല്ല, മുട്ടിന് താഴെ വെടിവെക്കുക എന്ന അർത്ഥത്തിലാണ്. പക്ഷേ വെടികൊള്ളുന്നത് മുട്ടിന് താഴെ എന്ന് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ, തിരക്കല്ലേ. ചിലപ്പോൾ ചിലർ മരിച്ചേക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തും സംഭവങ്ങളുണ്ട്. ഈ വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. നമ്മളൊക്കെ സമരം ചെയ്തേക്കാം, ബഹളം വെച്ചേക്കാം. അവിടെ സംഭവിക്കുന്നത് താൽക്കാലികമായി ആ ഉദ്യോഗസ്ഥനെ ഒന്ന് സ്ഥലം മാറ്റും. എന്തിനാണ് എന്ന് വെച്ചാൽ ആ ജനവികാരം തണുപ്പിക്കാൻ. കാരണം ഈ പോലീസ് ഇത് ചെയ്തത് വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, നിങ്ങളുള്ള വിരോധമൊന്നുമല്ല. അതിലും വലിയൊരു അക്രമം നടക്കാതിരിക്കാൻ, ജനത്തെ പിരിച്ചുവിടാൻ ഒരു ഉപാധിയുമില്ലാതിരിക്കെ ചെയ്ത ഒരു നിയമപരമായ കാര്യമാണത്. അപ്പോൾ ചിലതരം അക്രമങ്ങൾ, ചിലതരം പീഡനങ്ങൾ, ചിലതരം കൊലകൾ ലീഗലി നമുക്ക് സാധൂകരിക്കാൻ കഴിയാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അതിലും വലിയൊരു ആപത്ത് പിണയുമെന്ന ചിന്ത കൊണ്ടാണ്. ഇതൊക്കെ രാജ്യത്ത് തെറ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം. പണ്ട് ഇസ്രയേലിൽ അവർ പുതിയ നിയമകാലം എന്ന് നമ്മളെ വീക്ഷിക്കുന്നു. ഫസ്റ്റ് സെഞ്ചുറി, 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ജുഡീഷ്യൽ വ്യവസ്ഥിതി അല്ലെങ്കിൽ കോടതി സിസ്റ്റം രണ്ടായിരുന്നു. 2 തരം കോടതി. തത്വത്തിൽ ഈ 2 തരം കോടതിക്ക് 3 തരത്തിലെ വിചാരണ രീതികൾ ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്ന് വെച്ചാൽ ഇതിൽ 2 കോടതികൾ, 2 തരം വിചാരണ രീതികൾ റോമൻ സ്വഭാവമുള്ളതും ഒന്ന് യഹൂദ സ്വഭാവമുള്ളതുമാണ്. അതായത് യഹൂദന്മാരായ ഭൂരിപക്ഷം മനുഷ്യർ പാർക്കുന്ന ഒരു ഭൂപ്രദേശത്തെ റോമൻ സാമ്രാജ്യം അടക്കി ഭരിക്കുന്നു. അപ്പോൾ പരിപൂർണ ഉത്തരവാദിത്വം റോമക്കാർക്കാണ്. പക്ഷേ പ്രാദേശികമായി ഈ ജൂതന്മാരുടെ അവകാശങ്ങളും അവരുടെ കോടതിപരമായ അത്തരം അധികാരപരിധിയുമൊക്കെ ഈ റോമക്കാർ അംഗീകരിച്ചിരുന്നു. പണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കഴിയുമ്പോൾ തിരുവിതാംകൂർ രാജാവിന് കുറേ അവകാശങ്ങളുണ്ട്. അതൊക്കെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു എന്നതുപോലെ പരമാധികാരം ബ്രിട്ടീഷുകാർക്കാണ്. അതുപോലെ യഹൂദന്മാരുടെ കോടതിക്കും ചില അധികാരങ്ങൾ കൊടുത്തു. പക്ഷേ പരമാധികാരം റോമക്കാരുടെ കോടതിയാണ്. യേശുവിനെ വിധിക്കാൻ 2 തരം റോമൻ കോടതി ഉണ്ടായിരുന്നു. ഒന്ന് രാജ്യം ഭരിക്കുന്ന ഹെരോദ രാജാവിൻ്റെ കോടതിയായിരുന്നു. മറ്റൊന്ന് റോമക്കാർ ആക്കി വെച്ചിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നു, പീലാത്തോസ് എന്നാണ് പേര്. അയാളുടെ കോടതിയായിരുന്നു. ഇതിൽ രാജാവിനാണോ ഗവർണർക്കാണോ അധികാരം കൂടുതലെന്നത് വലിയ തർക്കവിഷയമായിരുന്നു, വലിയ തർക്കവിഷയം. അതുകൊണ്ട് ഈ ഹെരോദാവും ഗവർണറായ പീലാത്തോസും തമ്മിൽ നല്ല ശണ്ടയായിരുന്നു. ഇതൊന്നും ഇന്ന് തുടങ്ങിയല്ല, പണ്ടേ ഗവർണറും ഭരണകൂടം തമ്മിൽ നല്ല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗവർണർ എന്ന് പറയുന്നൊരു തസ്തിക എങ്ങനെ ഉണ്ടാകുന്നതാണെന്ന് അറിയണ്ടേ? ഓരോ രാജ്യത്തും പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട്. ഈ പ്രാദേശിക ഭരണകൂടത്തിന് ചക്രവർത്തിയോടാണോ കൂറെന്ന് അയാൾക്കൊരു സംശയം വരും. അപ്പോൾ ഒരധികാരിയായി തൻ്റെ പ്രതിനിധിയായി ഒരാളെ ചക്രവർത്തി സമാന്തരമായി വാഴിക്കും. തത്വത്തിൽ 2 പേർക്കും അധികാരമുണ്ട്, ഇവർ തമ്മിൽ ഭിന്നതയിലുമാണ്. പക്ഷേ ഇയാൾ പറയും ഞാൻ ഗവർണറാണ്, ചക്രവർത്തി അപ്പോയിൻ്റ് ചെയ്ത് തന്നെ. മറ്റേയാൾ പറയും നിങ്ങളെ ചക്രവർത്തി അപ്പോയിൻ്റ് ചെയ്ത ആളിന് രാജാവെന്ന് പേരില്ലല്ലോ, അത് ഞാനാണ്, അപ്പോൾ എനിക്കാണ് അധികാരം. ഇവർ തമ്മിൽ ഇങ്ങനെ അടിക്കും. പണ്ടേ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുപോലെ യഹൂദന്മാരുടെ ഒരു കോടതിയുണ്ട്. ആ കോടതിയുടെ പേര് സന്നിദ്രീൻ എന്നാണ്. ഈ സന്നിദ്രീൻ കോടതി ഇവിടെ പ്രത്യേകത, ഏത് കോടതിയും എന്ന പോലെ ചില വകുപ്പുകൾ എഴുതിയിട്ടുണ്ട് അവിടെ ശിക്ഷിക്കാൻ. 613 നിബന്ധനകൾ പാലിച്ചു വേണം ഒരു സന്നിദ്രീൻ കോടതി പ്രവർത്തിക്കാൻ. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പീനൽ കോഡ്, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമമുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്, നമ്മുടെ സിവിൽ നിയമങ്ങൾ വേറെയുണ്ട്, നിർവചിക്കാനാവാത്ത ടോട്ട്സ് ഒത്തിരി നിയമങ്ങളും കീഴ്വഴക്കങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നു. ഇവിടെ ശാന്തമായിട്ടിരിക്കണം, സംസാരിക്കാനൊന്നും പറ്റില്ല. ഇവിടെ കോടതി കാര്യം പറയുക, മനസ്സിലായോ?
കോടതി വന്ന് എന്നെ തൂക്കിയെടുത്തുണ്ടോ നേരെ ഇരി, കോടതിക്കല്ലേ എതിരെ പറഞ്ഞു പോയാൽ നീ പറഞ്ഞാൽ നോക്കും അതുകൊണ്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതികൾ നിലനിന്നിരുന്നു. അപ്പോഴാണ് ഈ സന്നിധിയും കോടതി സത്യത്തിലൊരു മതകോടതിയാണ്. മതമാണ് അവിടെ ഭരിക്കുന്നത്, യഹൂദമതം. ഈ മതത്തിൻ്റെ പ്രധാനിയായ പുരോഹിതൻ അവിടെ അധ്യക്ഷനായിട്ടിരിക്കും. പരമാധികാരി അദ്ദേഹമാണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അദ്ദേഹമാണ്. നല്ല നിയമപാണ്ഡിത്യമുള്ള ആളുകളായി 70 പേരെ പുരോഹിതന്മാർക്കിടയിൽ നിന്നും ജനസാമാന്യങ്ങൾക്കിടയിൽ നിന്നും നല്ല അറിവുള്ള 70 പേരെ കൂടി ഈ കൂടെ വച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം പരമാധികാരമാണ്, നല്ല അധികാരമാണ്. എങ്കിലും സുപ്രീം പവർ, മജിസ്ട്രേറ്റ് എന്നുള്ള അധികാരം ഈ മഹാപുരോഹിതനാണ്. മഹാപുരോഹിതൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. മരണം വരെ വിധിക്കാൻ അധികാരമുള്ള ആളാണ് അദ്ദേഹം. 613 നിയമങ്ങൾ വിശുദ്ധ ബൈബിളിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. 613 613 നിയമങ്ങളിൽ 365 എണ്ണത്തിൽ പറയുന്നത് നിങ്ങൾ എന്തെല്ലാം ചെയ്യരുത്, അരുത് 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 എന്ന് പറയുന്ന 365 കാര്യമുണ്ട്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യദൈവത്തെ നമസ്കരിക്കരുത്, ഇങ്ങനെ 365 എണ്ണം. 248 എണ്ണത്തിൽ പറയുന്നു യു ഹാവ് ടു ഡു, നിങ്ങൾ ഇത് ചെയ്യണം ചെയ്യണം ചെയ്യണം. ഡോൺസ് ആൻഡ് ഡൂസ്, ടോട്ടലി 613 നിയമങ്ങൾ. ഈ നിയമം പഠിക്കണം, ആ നിയമത്തിൻ്റെ ഉള്ള ശിക്ഷ പഠിക്കണം. വയലേറ്റ് ചെയ്താൽ ആ നിയമം സ്ഥാപിച്ചെടുക്കാൻ ചരിത്രത്തിൽ നടന്ന ഇതര വാദങ്ങൾ എടുക്കണം. ഇതൊക്കെ വെച്ച് വേണം ഒരു വിധി. അപ്പോൾ തന്നെ ചില സാമാന്യ മര്യാദകൾ ഈ സന്നിധിയും കോടതി പാലിക്കും. എന്താണെന്നറിയണ്ടേ? ന്യായം വിധിക്കുന്ന ഘട്ടത്തിൽ, വിചാരണ നടത്തുന്ന ഘട്ടത്തിൽ കുറ്റവാളിയായ മനുഷ്യനെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തും. ഈ 70 പേരും ഒരുമിച്ച് സമ്മേളിക്കും. 70 പേര് വന്നില്ലെങ്കിൽ ആ വരുന്ന കോറം മതി. ഒരാളെ വന്നുള്ളെങ്കിലും അധികാരമുണ്ട്. അങ്ങനെ 70 പേരും പലപ്പോഴും പ്രസിഡൻ്റാണ്. അങ്ങനെയെങ്കിൽ ഈ 70 പേരും മഹാപുരോഹിതനും ചേർന്ന് 71 അംഗങ്ങളാണ് അതിൻ്റെ ഫുൾ ബെഞ്ച് എന്ന് പറയുക. ഇവരൊരുമിച്ച് കൂടിയിരിക്കും. അടുക്ക് മഹാപുരോഹിതൻ ആ ചേംബറിലിരിക്കുന്നു, 2 ആളുകളും ഈ 35 പേര് ഇവിടെയും 35 പേര് ഇടത്തുമായിട്ടിരിക്കുന്നു. അടുക്കാണ് ഈ കുറ്റവാളി. കുറ്റവാളിയുടെ പേരിലുള്ള കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. താങ്കൾ നസ്രായനായ യേശു എന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ചുകൊണ്ട് അന്യായമായി സംഘടിക്കുകയും ആളുകളെ ഒത്തുകൂട്ടുകയും വലിയ പ്രകടനം തെരുവിലൂടെ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൈസറെ അട്ടിമറിച്ച് രാജ്യം ഭരിക്കാൻ ശ്രമം നടത്തി, കുറ്റം നിരസിക്കുന്നുവോ? അപ്പോൾ കുറ്റവാളി ആയി മുദ്ര കുത്തിയവൻ പറയും കുറ്റം നിരസിക്കുന്നു. അദ്ദേഹത്തെ വിളിക്കേണ്ട കക്ഷി എന്നാണ്. കക്ഷി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രതിയാണെന്നോ വാദിയാണെന്നോ അല്ല. ഇതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം. പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ കുറ്റവാളിയൊന്നും അല്ല. മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നാൽ അയാൾ കുറ്റവാളിയാകത്തൊന്നുമില്ല, നിരപരാധിയാകത്തില്ല. അയാൾ കുറ്റവാളിയല്ല, നിരപരാധിയല്ല. കോടതി വിധിക്കും വരെ അയാൾ ഇത് രണ്ടും ആകത്തില്ല. കോടതിയുടെ വിധി വരണം. ഇന്ന് മാധ്യമങ്ങളാണ് പറയുന്നത് കുറ്റവാളി, ഇങ്ങനെയൊക്കെ പറയുന്നത് മാധ്യമങ്ങളാണ്. അപ്പോൾ എന്നിട്ട് ഒരു പക്ഷേ നിരപരാധിയാണെങ്കിൽ കൂടി അദ്ദേഹത്തെ ആക്ഷേപിച്ച് എത്രയോ വേദനാജനകമായ വഴിയിലൂടെയാണ് ചിലപ്പോൾ സഞ്ചരിക്കുന്നത്, നമ്മൾ കാണാറുണ്ട്. ഇത് വരാതിരിക്കാൻ അവർക്കൊരു മുൻകരുതലുണ്ടായിരുന്നു. വളരെ രഹസ്യമായിട്ടായിരിക്കും ഇത്തരം വിചാരണ. ഈ വിചാരണ വേളയിൽ കുറ്റം നിരസിക്കുന്നു എന്ന് കേട്ടാൽ മഹാപുരോഹിതൻ തൻ്റെ ഇടത്ത് ഭാഗത്തേക്ക് നോക്കും. അവിടുന്ന് ചുറുചുറുക്കുള്ള കുറേ വക്കീലന്മാർ എഴുന്നേറ്റിട്ട് പറയും, സർ, ഇയാൾ കൊടും കുറ്റവാളിയാണ്, ഇയാളുടെ നിപ്പും മട്ടും കണ്ടാൽ തന്നെ മനസ്സിലാകും കുറ്റവാളിയാണ്. ഇങ്ങനെയൊക്കെ പറയും. ഒരാളുടെ നിപ്പ് കണ്ടാലോ മുഖഭാവം കണ്ടാലോ എങ്ങനെ കുറ്റവാളിയാണെന്ന് പറയുക? പണ്ടൊക്കെ അങ്ങനെ ഉദ്യോഗസ്ഥർ വഴി നിൽക്കുന്ന മനുഷ്യരെ തല്ലുമായിരുന്നു. മുടി നീട്ടി വളർത്തി, ആളല്പം കറുത്തിരിക്കുന്നു, ഇക്കാരണം തലക്കെ കുറ്റവാളിയായിട്ട് ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. മുടി വളർത്തിയാലോ വഴി നിന്നാലോ ഒക്കെ കുറ്റവാളിയായിട്ട് അവനെ കുറ്റം വിധിക്കുന്നൊരു കാലം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും സാധിക്കില്ല. അങ്ങനെ വാദിച്ച് വാദിച്ച് അവസാനം പറയും, പ്രഭു, ഇയാൾ കൊടും കുറ്റവാളിയാണ്. വായിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സാക്ഷികൾ പറഞ്ഞ മൊഴി കൂടി വെച്ച് സ്ഥാപിക്കുമ്പോൾ, സാക്ഷികൾ പറഞ്ഞ കാര്യം കൂടി വെച്ച് സ്ഥാപിക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നു. അയാൾ കുറ്റവാളിയാണ്. ഈ കുറ്റവാളിയായ മനുഷ്യനെ ന്യായം വിധിച്ചിട്ട് അവസാനം പറയൂ, ഇവനെ മോശയുടെ ന്യായപ്രമാണം പറയുന്ന അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലേണം. അപ്പോൾ പുരോഹിതൻ വലത്തോട്ട് നോക്കും. വലത്തോട്ട് നിൽക്കുന്നത് പക്വതയുള്ള കുറേ ആളുകൾ അടിക്കുക അവിടെ ഇരിക്കുക. അപ്പോൾ അവർ പതുക്കെ ഒരാൾ എഴുന്നേറ്റ് പറയും, പ്രഭോ, ഇത് നിസാരകാരിയല്ല, ഒരുത്തൻ്റെ മരണമാണ്, ചുമ്മാ കയറി കല്ലെറിയാനൊന്നും പറ്റില്ല. ഈ സാക്ഷിമൊഴിയൊക്കെ ദുർബലമാണ്, ഒരുത്തനെ കൊല്ലുന്ന കാര്യമല്ലേ, ആലോചിച്ച് മതി. അതുകൊണ്ട് തൽക്കാലം ഒരു ശിക്ഷ അവന് കൊടുക്കേണ്ടത്, അവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോട്ടെ, അവിടെ പോയി പാർക്കട്ടെ. കാരണം അവനൊരു ഭാര്യയും മുട്ടിൽ ഇഴയുന്നൊരു കുഞ്ഞും രോഗവും പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അപ്പനും അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി പേരെ നമ്മുടെ ന്യായപ്രമാണം രക്ഷിച്ചിട്ടുണ്ട്.
ലെറ്റ് ഹിം ലീവ്, അവൻ പോട്ടെ, അവനെ വിട്. മഹാപുരോഹിതൻ വീണ്ടും ഇടത്തേക്ക് നോക്കുമ്പോൾ അയരത്ത് നിൽക്കുന്ന മനുഷ്യർ പറയും നോ, കിൽ ഹിം. ഈ വാദം മുറുകി അവർ പറയും പാടില്ല. ഇങ്ങനെ വാദം മുറുകി രണ്ടാളുകളും പറയുന്ന കേട്ടിട്ട് പുരോഹിതൻ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും, ഒരു നിലപാടിലെത്തും. അതനുസരിച്ചാണ് ഇവൻ്റെ ജീവൻ്റെ ഭാവി. ഒടുക്കം പുരോഹിതനെതിരെ പറയും, കേട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം പ്രതി കുറ്റവാളി എന്ന് തെളിഞ്ഞിരിക്കയാൽ നിർദാക്ഷിണ്യം അവനെ വധിക്കാൻ ഞാനിതിനാൽ ഉത്തരവിടുന്നു. എന്നിട്ട് തൻ്റെ പക്കലുള്ള ഒരു പാത്രം, ഒരു ഡബ്ബ തുറന്നിട്ട് അതിലൊരു ചെറിയ കല്ലുണ്ട്, ആ കല്ലിൽ ഒന്നെടുത്ത് ഇവനെ ഒന്ന് എറിയും. എൻ്റെ അർത്ഥം ഇനി അവനെ എറിയാവുന്നതാണ്. ആ ഏറ് കൊണ്ടവനെ പിടിച്ചു വലിച്ചിടച്ച് തെരുവിലേക്ക് കൊണ്ടില്ലുമ്പോൾ അവിടെ കാര്യമായി എറിയാൻ പാകത്തിന് പരിശീലനം സിദ്ധിച്ച ആളുകൾ നിൽപ്പുണ്ട്. നമ്മളൊന്നും എറിഞ്ഞ് ഏക്കുകയില്ല. നമ്മുടെ ധാരണയാണ് നമ്മളിപ്പോൾ എറിഞ്ഞ് ഏക്കുമെന്ന്. അതിന് പണി പഠിച്ചവൻ വേണം. ചില കുറ്റവാളികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ചില സ്ത്രീകൾ പറയലേ, ഒരൊറ്റ അടിക്കവൻ്റെ, നിങ്ങളൊന്നും അടിക്കാൻ അവൻ ചാകുകയില്ല, നിങ്ങൾക്ക് തോന്നുന്ന ഇപ്പോൾ അടിക്കാൻ അവൻ താഴെ വീഴൊന്നുമില്ല. എന്നിട്ട് ഇയാൾ അവിടെ എറിയാൻ ആളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കുന്ന ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ വരുന്ന ആളുകളിൽ ചിലരും കല്ലെറിയും. ഒടുക്ക് എറിഞ്ഞ് ഇയാളിനെ അവിടെ കൊന്നിടും. വലിയ കൽക്കൂന വേണം. പിന്നുള്ള കാര്യം, ബന്ധുക്കളാരെങ്കിലും വന്നാൽ ഈ കൽക്കൂന പെറുക്ക് മാറ്റി ബോഡി കൊണ്ടടക്കാം. ആരും വരണമെന്നില്ല, ബന്ധുക്കളൊന്നും വരണമെന്നില്ല, ആരെങ്കിലും കാണുന്ന ആൾക്കാർ, അതിനെ ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തെന്ന് കാണുന്നത്. ഇതാണ് അതിൻ്റെ കോർട്ട് രീതി. അങ്ങനെ അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു വിചാരണ നടന്നാൽ മഹാപുരോഹിതൻ്റെ ഇടത്തിരിക്കുന്ന ആളുകൾ പ്രതിക്കെതിരെ സംസാരിക്കണം. വിചാരണ വേളയിൽ മഹാപുരോഹിതൻ്റെ വലത്തിരിക്കുന്ന ആളുകൾ പ്രതിക്ക് അനുകൂലമായി സംസാരിക്കണം. പിന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, വലത്തോട്ട് നോക്കി കാണണമേ, സഹായിപ്പാൻ ആരുമില്ല. മനസ്സിലായില്ലേ? ഈ നീതി ലോകത്തെല്ലായിടത്തും കിട്ടേണ്ടതാണ്. അഫ്സൽ ഗുരു എന്നു പേരായ ഒരു കൊടും തീവ്രവാദി നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം അത് ആക്രമണത്തിൽ പ്രതിയായിരുന്നു. അവനെ അറസ്റ്റ് ചെയ്തു. ക്രൂരമായ ഒരു കൃത്യം. നമ്മുടെ നിയമനിർമ്മാണ സഭ തകർക്കുക, എംപിമാരുമൊക്കെ ഇരിക്കുന്ന, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്ന, പ്രധാനമന്ത്രിയൊക്കെ ഇരിക്കുന്ന ആ ബൃഹസ്ഥാപനം, മൻമോഹൻ സിംഗാണെന്ന് പ്രധാനമന്ത്രി, അത് എറിഞ്ഞു തകർക്കാൻ പദ്ധതി ഇട്ടു. വിജയിച്ചില്ലേ? എങ്കിലും ആക്രമണമൊക്കെ കടന്നു. അപ്പോൾ ഇവനെ പിടിച്ചിട്ട് വിചാരണയൊക്കെ നടത്തിയപ്പോൾ കോടതി പറഞ്ഞു, കാര്യമൊക്കെ ആണെങ്കിലും ഇവന് പറയാനുള്ളത് കൂടെ കേൾക്കണമല്ലോ. അവനൊക്കെ ഒരു വക്കീലിനെ. അങ്ങനെ ഇന്ത്യ നമ്മുടെ നികുതിപ്പണം കൊണ്ട് നമ്മുടെ ചെലവിൽ നമ്മളെ ആക്രമിക്കാൻ വന്നവനെ അനുകൂലമാക്കി ഒരു വക്കീലിനെ വെച്ചു. എൻ്റെ കാരണം വേറൊന്നല്ല, അത് അവന് കിട്ടേണ്ട ഒരു നീതിയാണ്. അവൻ്റെ കാര്യം പറയണം, അത് കേൾക്കാതൊന്നും വിധി പറയാൻ പറ്റില്ല. അവന് വേണ്ടി ഇങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തണം. ഈ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നൊരു സിസ്റ്റം അത്. പക്ഷേ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഇത്തരം മര്യാദകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മര്യാദ കിട്ടാതെ പോയ 2 വിചാരണകൾ ലോകത്തുണ്ട്. 2 വിചാരണകൾ. അതൊന്ന് യേശുവിനെ വിചാരണ ചെയ്ത കോടതിയാണ്. പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. അപ്പോൾ വിചാരണ നടക്കുന്ന ഇടത്ത് യേശുവിന് അനുകൂലമായി വലതുഭാഗത്ത് നിന്ന് ഒരു മനുഷ്യനെയും കണ്ടില്ല. രണ്ടാമത്തെ കോടതി സ്തെഫാനോസിനെ വിചാരണ ചെയ്യുന്ന കോടതിയാണ്. ആ കോടതിയിൽ ഇപ്പോൾ നടമാടുന്ന സംഭവങ്ങളാണ് നമ്മൾ വായിച്ചത്. ആദ്യമാരാണ് ഈ സ്തെഫാനോസ്. 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ആളല്ല സ്തെഫാനോസ്. സ്തെഫാനോസ് ഒരു സുവിശേഷം എഴുതിയിട്ടില്ല. സ്തെഫാനോസ് ഒരു ലേഖനം എഴുതിയിട്ടില്ല. സ്തെഫാനോസിൻ്റെ ജീവിതം തുടങ്ങുന്നത് നിങ്ങളും ഞാനുമൊക്കെ ശേഖരിച്ചു കൊണ്ടു കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, അന്നത്തെ മനുഷ്യൻ കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ യെരൂശലേമിലെ ആ സഭയുടെ ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുക, അതിൻ്റെ കണക്കെഴുതുക, അതിൻ്റെ അളവെഴുതുക. അത് മാത്രം പോരാ, സ്ത്രീകൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. 2 തരം എബ്രായ ഭാഷ സംസാരിക്കുന്ന സ്ത്രീകളും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന സ്ത്രീകളുമൊക്കെ ഉണ്ട്. അവർ ഭാഷാപരമായി കലഹിച്ചപ്പോൾ ഭക്ഷണപ്പന്തലിൽ 2 തരത്തിലെ വിളമ്പുന്ന ശൈലി കണ്ടു, വിവേചനം. ഈ വിവേചനത്തിനെതിരെ അപ്പോസ്തലന്മാരോട് കലഹിച്ചപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഇതൊക്കെ തീർക്കാൻ ഒരവസരം കിട്ടുകയില്ല, ഞങ്ങളെ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഊറ്റിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യേ, ആത്മനിറവും പരിജ്ഞാനവുമുള്ള ഒരു 7 പേരെ തിരഞ്ഞെടുക്കണം, നല്ല വിവേകമുള്ളവരെ. വചനം 7 പേരെ തിരഞ്ഞെടുത്ത കൂടെ ഒരു മനുഷ്യൻ്റെ പേരാണ് സ്തെഫാനോസ്. ആത്മനിറവുണ്ട്, നല്ല പരിജ്ഞാനമുണ്ട്, മനുഷ്യത്വമുണ്ട്, കഠിനാധ്വാനത്തിനുള്ള ബോധമുണ്ട്. ഈ ജോലി ചെയ്തിരുന്നു സ്തെഫാനോസ്. ആ ജോലി കൊണ്ട് ഒതുങ്ങിയില്ല. അദ്ദേഹം ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു.
ദൈവത്തിൻ്റെ ആലോചനയുടെ സവിശേഷമായ പ്രകാശനത്തിന് വേണ്ടി ജീവിതം ചിലവഴിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്തു അതിശക്തിയോടെ തൻ്റെ മുമ്പിൽ വരുന്ന മനുഷ്യരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. നസ്രനായ യേശുവിൻ്റെ സുവിശേഷം പങ്കിടാൻ തുടങ്ങി. ചിലരൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മക്കൾ ദൈവാത്മാവ് കൊടുത്ത ജ്ഞാനത്തോട്, അവൻ്റെ അഭിഷേകത്തോട്, അവൻ്റെ ദൈവകൃപയോട് തർക്കിച്ചും വാദിച്ചു നിൽക്കാനുള്ള ത്രാണി ഒരുത്തരം കിട്ടാതെ പോയി. പരാജയത്തിൻ്റെ പടുകുടിയിൽ അവർ പലരും ചെന്നുപെട്ടു. ഒരു രക്ഷയില്ല. സ്തെഫാനോസിൻ്റെ പേഴ്സണൽ ഇവാഞ്ചലിസം അത്ര പവർഫുള്ളായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളിൽ പകരപ്പെട്ട ആത്മശക്തിയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വില. ആ വില തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കാം. ഹല്ലേലൂയ. ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് അതിൻ്റെ കണക്കെഴുതി ആ പലവ്യഞ്ജനങ്ങൾ അരിഞ്ഞ് അത് അടുപ്പിൽ കയറ്റി പാകപ്പെടുത്തി ആളുകൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നൊരു മനുഷ്യൻ എന്തറിവുണ്ടാകാൻ? പലവ്യഞ്ജനങ്ങളെക്കുറിച്ചറിയാം, ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയെക്കുറിച്ചറിയാം, കൃത്യമത് വിതരണം ചെയ്യാനറിയാം, ആ പരിസരം ശുദ്ധീകരിക്കാനറിയാം, ഇതൊക്കെ ചെയ്യാനറിയാം. പക്ഷേ ആ മനുഷ്യൻ എവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന് ലോകം വിധി എഴുതിയപ്പോൾ അദ്ദേഹം തെളിയിച്ചു കൊടുത്തു, ഞാനേ ഈ അടുക്കള കൊണ്ടും ഭക്ഷണപ്പന്തൽ കൊണ്ടൊന്നും ഒതുങ്ങാൻ പോകുന്ന ആളല്ല. എൻ്റെ ഉള്ളിൽ തുടിക്കുന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ട്, എന്നിൽ ചൊരിയുന്ന ഒരു ആത്മശക്തിയുടെ നിയോഗമുണ്ട്. അതിർവരമ്പുകളെ ലംഘിച്ച് ഞാൻ കടന്നു പോകും. ഇന്ന് രാത്രി വചനങ്ങൾക്ക് മുഴക്കണം. ആർക്കും പ്രതിവാദം പറയാൻ കഴിയാത്ത വിധത്തിൽ ആത്മനിറവിന് ശക്തി കൊണ്ട് നമ്മെ ഉപയോഗിക്കുന്ന ഒരു മഹാദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അതത്ര ശ്രേഷ്ഠവും വലുതുമാണ്. സ്തെഫാനോസിനെ പിടിക്കും മുമ്പ് ഒരു സംഭവം നമ്മുടെ ശൗൽ എന്ന് പറയുന്ന ഈ കഥാപാത്രമില്ലേ, അദ്ദേഹത്തിന് ഈ സുവിശേഷമാകെ അങ്ങ് ഇറിറ്റേറ്റഡായ ഒരനുഭവമായി. ഇറിറ്റേഷൻ ഉണ്ടായി, ഭയങ്കര വെറുപ്പ്. നിങ്ങൾ കണ്ടില്ലേ? എന്താണെന്നറിയില്ല, സമൂഹത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്ക് നമ്മളോട് ഏതോ ഒരു വിരോധം. നിങ്ങളതിൻ്റെ കാരണം കണ്ടെത്തിയിട്ടുണ്ടോ? എന്തോ ഒരു വിരോധം, അനുരോചനീയമായ ഒരു വിരോധം. അത് ഇന്ന് തുടങ്ങിയല്ല, 2000 വർഷമായിട്ട് തുടങ്ങിയൊരു വിരോധമാണ്. കാരണം ചോദിച്ചാലൊന്നുമില്ല, നമ്മളെ അവർക്ക് ഇഷ്ടമല്ല. പണം കടം കൊടുക്കാഞ്ഞിട്ടല്ല, സ്നേഹിക്കാഞ്ഞിട്ടല്ല, എന്തെങ്കിലും ദ്രോഹം ചെയ്തതിൻ്റെ പേരിലല്ല, നമ്മൾ വെള്ളമടിച്ച് പുകവലിച്ച് പ്രശ്നമുണ്ടാക്കി തെറി പറയുമെന്ന പേരിലല്ല, ഏതാണ്ടൊരു വിരോധം. മഹാഭൂരിപക്ഷം മനുഷ്യർക്കും അങ്ങനെയാണ്. വഴിയോരത്തൊന്ന് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഒറ്റയ്ക്കൊന്ന് പ്രസംഗിക്കുക, 2 അടി അയാൾക്കിട്ട് കൊടുക്കണം. എന്തോ ചിന്തയാ ചിലർക്ക്. എന്തിനാണ്? തിരിച്ചൊരു വാക്കും പറയാൻ ശേഷിയില്ലാത്ത പാവത്താനെ തല്ലുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഒരു സാഡിസ്റ്റ് സുഖം. പ്രതികരിക്കില്ല. ഞങ്ങളൊക്കെ പക്ഷേ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. ഇത് തിരിച്ചടിക്കുന്നൊന്നുമല്ല, അതിനുള്ള ത്രാണിയോ അതിനുള്ള അനുവാദമോ ഉയരത്തി നമുക്കില്ല. പക്ഷെ പ്രതികരിക്കാൻ കാരണം ഒരു റോമ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ അത് ചോദിക്കാം. അതിനുള്ള അധികാരാവകാശം നമുക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം അതിലെ ട്രാക്ട് കൊടുത്തു പോയ ഒരു പാവപ്പെട്ട ദിവാസനെ പിടിച്ചു വയറിനിട്ടിടിച്ചു. ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ അടിച്ചിട്ടൊരു കേസും കൂടെ കൊടുത്തു. മതപ്രചരണം നടത്തിയെന്ന് പറഞ്ഞു. കേസൊക്കെ തള്ളിപ്പോയി. ഞങ്ങൾ കുറേ ആളുകൾ ചേർന്നുകൊണ്ട് ഈ കാര്യം അന്വേഷിച്ചു, എന്താ സ്ഥിതി, ഇദ്ദേഹം എന്ത് മതപ്രചരണം നടത്തിയേ. അന്വേഷിച്ച് വന്നപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ മതപ്രചരണം നടത്തി. അതിനെന്താ കുഴപ്പം? രാജ്യം മതപ്രചരണം നിരോധിച്ചൊരു രാജ്യമല്ലല്ലോ ഇത്. ഇതുകൊണ്ട് ആശുപത്രിയിൽ പോയി. അതിനെന്താ കുഴപ്പം? കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായൊരു നിലപാടൊന്നുമില്ല. ഞങ്ങൾ കോട്ടയം തിരുനക്കര മൈതാനത്തിനടുത്ത് പോലീസ് ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തു. 100 കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങളെന്താണ് ഇഹലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സധൈര്യം പ്രസംഗിച്ചു. അക്രമാസക്തരായ ഇത്തരം രാഷ്ട്രീയ കക്ഷികളുടെ അണികളും പിണികളും ധാരാളം അവിടെ നിൽപ്പുണ്ട്. 100 കണക്കിന് ആളുകളുണ്ട്. സന്തോഷം, നിങ്ങൾക്കും സുവിശേഷം കേൾക്കാൻ അവസരം ഉണ്ടായല്ലോ, കേൾക്കുക. ഞങ്ങൾ പറയാം, ഈ മഹാരാജ്യം ഇന്ന് ആസ്വദിക്കുന്ന സകലവിധ നന്മകൾക്കും നിങ്ങൾ പ്രത്യക്ഷമോ പരോക്ഷമായി കടപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളിനോടാണ്. ഈ ബൈബിളും അനുബന്ധ തത്വസംഹിതകളും ഈ രാജ്യത്ത് വന്നിരുന്നില്ല എങ്കിൽ രാജ്യം ഗുരുതരമായ അന്ധതയിൽ അജ്ഞതയിൽ വിളയാടുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് കുറെ കൂടി ഗൗരവത്തോടെ ഞാൻ ബോധ്യപ്പെടുത്തിയാൽ, സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്തിൽ വന്നത് ഈ രാജ്യത്തെ ജ്വലനാത്മകമാക്കി ശക്തിപ്പെടുത്തി. ചിലെങ്കിലും പറയാറുണ്ട്, സുവിശേഷം വന്ന് ബൈബിളും അനുബന്ധ ചിന്തകളും വന്ന് ഈ രാജ്യത്തെ നശിപ്പിച്ചു. അങ്ങനെയല്ല. 300 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ? അപരിഷ്കൃതരായ മനുഷ്യർ, മായൻ എന്നറിയപ്പെടുന്ന ഒരു സംസ്കാരം, ഇൻക എന്നറിയപ്പെടുന്ന ഒരു ഉപസംസ്കാരം, അക്ഷരാഭ്യാസമില്ല, കിഴങ്ങ് വർഗ്ഗങ്ങൾ മാന്തിക്കടിച്ചും കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും എതിരെ വരുന്ന മനുഷ്യരെ ആക്രമിച്ചും ഒക്കെ ജീവിച്ചു പോന്ന അപരിഷ്കൃതരായ ജനതയുടെ നടുവിലേക്ക്
ഈ സുവിശേഷത്തിന്റെ പ്രചാരകരായി ആളുകൾ കപ്പലിൽ കിടന്നവിടെ നിർത്തുമ്പോൾ ആ നാടിന്റെ സ്ഥിതി 300 കൊല്ലം ഏകദേശം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലെത്തിക്കൊണ്ട് എല്ലാ നിലയിലും ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹത്തരമായ രാജ്യമായി അത് മാറി. ബ്രിട്ടന്റെ അവസ്ഥ എന്തായിരുന്നു? ലോകത്തിന്റെ പല രാജ്യങ്ങളെ എടുക്കുക, ബൈബിളും അനുബന്ധ സംഹിതകളും ഒരു ലോകത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തുമെന്നറിയാൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ലോകത്ത് പ്രതിഭകളെ ആദരിക്കാൻ, ഏറ്റവും മികച്ച നിലയിൽ സമൂഹത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനുകളെ ബഹുമാനിക്കാൻ നോബൽ പ്രൈസ് എന്ന ഏർപ്പാടുണ്ട്. നിങ്ങൾക്കറിയണ്ടേ, ലോകത്തെ ഏറ്റവും അധികം നോബൽ പ്രൈസ് ശാസ്ത്രരംഗത്ത് കരഗതമാക്കിയത് ഈ ബൈബിൾ വിശ്വസിക്കുന്ന, അതിനെ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാരാണ്. 69% ഈ സുവിശേഷത്തിന്റെ വക്താക്കളാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തിലെ നോബൽ പ്രൈസ് കരസ്ഥമാക്കിക്കൊണ്ട് ഇന്നുള്ള ആ ചരിത്രത്തിന് മുഴുവൻ മാർഗദർശനമായി ഭവിച്ചത് എന്ന് അഭിമാനപുരസ്സരം പറയട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ദീപങ്ങളുണ്ട്, വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന സൗണ്ട് സിസ്റ്റമുണ്ട്. ഇതിൻ്റെ പിന്നിൽ വൈദ്യുതി വേണം. ഈ വൈദ്യുതിയുടെ കണ്ടെത്തൽ മൈക്കൽ ഫാരഡേ എന്നറിയപ്പെടുന്ന യഹൂദനായൊരു പ്രാർത്ഥന മനുഷ്യൻ്റെ കണ്ടെത്തലാണ്. സ്തോത്രം. ഇനിയുമുണ്ട് ഇതുപോലെ അനവധി കാര്യങ്ങൾ പറയാൻ. കോവിഡ് കാലത്തും സുലഭമായി നിങ്ങളും ഞാനും ഭക്ഷണം കഴിച്ചു. എങ്ങനെയാണ് ഈ കിറ്റൊക്കെ കിട്ടിയത്? വയലിറങ്ങി പണിയുന്നില്ല എങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരാൻ കഴിയുന്ന ജനിതക സാങ്കേതിക വിദ്യ, ജനറ്റിക് എഞ്ചിനീയറിംഗ് വികാസം പ്രാപിച്ചു. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പിന്നിൽ കുപ്പായമിട്ടൊരു പുരോഹിതനായിരുന്നു സയന്റിസ്റ്റായി പ്രവർത്തിച്ചത്. അദ്ദേഹം സയന്റിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു പുരോഹിതനായിരുന്നു. യേശുവിനെ പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമകനായിരുന്നു. 1-2 പേരുടെ സാക്ഷ്യമല്ല, 100 കണക്കിന് ആളുകളുടെ സാക്ഷ്യം നിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനപുരസ്സരം പറയാൻ പറ്റും. ഈ ആധുനിക ലോകത്തെ മൂല്യവത്താക്കി പടച്ചുണ്ടാക്കിയതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ കണ്ണീരും ചോരയും നീരും സമർപ്പണവും ഉണ്ടെങ്കിൽ അഭിമാനപുരസ്സരമാണ് ഞങ്ങൾ ഈ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെയും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കല്ലേറുകൊണ്ടും ഉന്മൂലന സിദ്ധാന്തം കൊണ്ടും ഇതിനെ ചുരുക്കാൻ വരുമ്പോൾ, തകർക്കാൻ വരുമ്പോൾ അഭിമാനപുരസ്സരം പറയും. വീണ്ടും ഇവിടെ മരിക്കേണ്ടി വന്നാലും അവസാന ശ്വാസത്തിലും ഞങ്ങൾ ഉലകത്തോട് വിളിച്ചു പറയും, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ. ഹല്ലേലൂയ. ബഹുമാനരെ, ഇത് പറയുന്ന ആളുകളോട് വിരോധം തോന്നിയിട്ട് ഇവരെ ഇങ്ങനെ വിചാരണ ചെയ്ത് കൊല്ലാനൊക്കെ നേരം പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തർസൂസുകാരൻ ശൗൽ എന്ന കോടീശ്വരൻ്റെ മകൻ ഈ മഹാപുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ഒരു പേപ്പർ എഴുതി വാങ്ങി. എന്താണെന്നറിയണ്ടേ? നമുക്ക് ഈ വിചാരണയൊക്കെ ചെയ്ത് നേരം പോകും. അതിന് മുമ്പ് ഇവർ ഒത്തിരി പേര് ശല്യമാണ്, അതുകൊണ്ട് കൊല്ലാനുള്ളൊരു അനുമതി അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങ് തരണം. ഇത് തന്നെ നിയമവിരുദ്ധമാണ്. കോടതി അഡ്വാൻസ്ഡായിട്ട് എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുക, അതിൻ്റെ താഴെ പേരെഴുതി ചേർത്താൽ മതി. കൊണ്ടുപോ. മഹാപുരോഹിതൻ സാക്ഷ്യപത്രം കൊടുത്തു. ഇതും കയ്യിൽ പിടിച്ചുകൊണ്ട് പോരുക. കയ്യിൽ മറുകയിൽ ന്യായപ്രമാണമുണ്ട്. കൊല്ലരുതെന്ന് എഴുതിയ പ്രമാണം ഒരിടത്ത്, കൊല്ലാനുള്ള അധികാരപത്രം മറ്റൊരിടത്ത്. ഇത് രണ്ടും കൊണ്ട് ഒരുത്തം വരിക. 2 വിധ പ്രമാണങ്ങളുടെ മധ്യത്തിലൂടെയാ മനുഷ്യൻ്റെ ഇന്നത്തെ യാത്ര. സ്നേഹത്തെക്കുറിച്ച് പറയും, ധർമ്മത്തെക്കുറിച്ച് പറയും, മാനവികതയെക്കുറിച്ച് പറയും. മതങ്ങളെല്ലാം ഒന്നാണെന്ന് പറയും, സാരാംശം ഒന്നാണെന്ന് പറയും. മതങ്ങളും സാരാംശമെല്ലാം ഒന്നാണെങ്കിൽ എന്തിനാ പിന്നെ ഈ കല്ലെറിയുന്നത്? ഇതെല്ലാം ഒന്നല്ലേ? ഇതെല്ലാം ഒന്നാണെങ്കിൽ പിന്നെ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നവനെ ആക്രമിച്ച് കൊല്ലേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നീ തന്നെ പറയും ഒന്നാന്ന്, നീ തന്നെ കല്ലുകൊടുത്തെറിയും, നീ തന്നെ ഉന്മൂലനം ചെയ്യും. ശൗൽ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരിക. വരുന്ന വഴിക്കൊരു അരയെ കെട്ടി. ആരാ? നമ്മുടെ സ്തെഫാനോസിനെ കൊണ്ടു നിർത്തി. സ്തെഫാനോസിനോട് ഈ ബഹളം കേട്ട് മഹാപുരോഹിതനും വന്നു. ആളുകളെല്ലാം ഒത്തുകൂടി. ഇതൊരു നല്ല ഫുൾ കോർട്ടായി. മഹാപുരോഹിതനോട് പറഞ്ഞു, ഇവൻ ഭയങ്കര പ്രശ്നമാണ്, നാട്ടുകാരെയൊക്കെ മാറ്റുകയാണ്, ഇവൻ പുനരുദ്ധാനത്തെപ്പറ്റി പറയുകയാണ്, യേശു ക്രിസ്തു എന്ന മനുഷ്യനെ പറ്റി പറയുകയാണ്, ആകെ പ്രശ്നമാണ്. മഹാപുരോഹിതൻ ചോദിച്ചു, ഇത് ഉള്ളത് തന്നെയോ? എന്നൊക്കെ പറയാം. അത് തന്നെ ധാരാളം. സ്തെഫാനോസ് സാക്ഷ്യം പറഞ്ഞു തുടങ്ങി. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസപ്പൊട്ടേമിയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ആ ദൈവപ്രത്യക്ഷതയെക്കുറിച്ച് അടുക്കും ചുറ്റുകളും കൂടി പറഞ്ഞു വന്നത് എങ്ങനെ ഇവർ ഈജിപ്റ്റ് എന്ന മിസ്രയീം ദേശത്ത് പൂർവികർ പോയി എന്ന കഥ പറഞ്ഞിട്ട് പെസഹക്കുഞ്ഞാടിൻ്റെ രക്തമുഖാന്തരം അവിടുന്ന് രക്ഷ പ്രാപിച്ചു ചെങ്കടൽ കടന്നു വന്ന വഴി, യോശുവയിലേക്ക് മോശ അധികാരം കൈമാറിയ വഴി, അതുവഴി വന്ന് കന്യകാപുത്രനായ യേശു ക്രിസ്തു തിരുപ്പിറവി കൊണ്ടാടുന്നത് സംബന്ധിച്ച്, അതിനുശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളാൽ താൻ ദൈവമെന്ന് തെളിയിച്ച സംഭവ വികാസങ്ങൾ, ഒടുക്കം തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ മഹിമയുടെ വലതുഭാഗത്ത് മധ്യസ്ഥ കണക്കുന്ന സംഭവങ്ങൾ വരെയും കാലവിളംബമന്യേ അവിടുന്ന് തനിക്കായി കാത്തിരിക്കുന്ന തിരുസഭയെ ചേർക്കാൻ പുനരാഗമനം ചെയ്യുന്ന കാര്യം വരെ കൃത്യം അങ്ങ് പ്രസംഗിച്ചു. അവരമ്പരന്ന് പോയി. നിങ്ങളന്ന് വായിക്കണം ഈ 9-ാം അധ്യായം.
എത്ര മനോഹരമായൊരു പ്രസംഗമാണ്. അതങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഇതുപോലൊരു പ്രസംഗം പിന്നിലൊക്കെ കിടപ്പുണ്ട്, 8-9 ഒക്കെ വായിക്കണം. ഇങ്ങനൊരു പ്രസംഗം ഒരുത്തിന് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഉജ്ജ്വല പ്രസംഗം. നമ്മളൊക്കെ ഈ പ്രസംഗത്തിൻ്റെ കണക്കെടുക്കാറുണ്ട്. ഞാനും നമ്മുടെ ആനിക്കാട് സാറും ഒക്കെ കഴിഞ്ഞ് ചർച്ച ചെയ്തപ്പോൾ ആയിരക്കണക്കിന് പ്രസംഗങ്ങളുടെ ലിസ്റ്റൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ സ്തേഫാനോസ് ഒത്തിരി പ്രസംഗമൊന്നും പറഞ്ഞില്ല. രേഖാമൂലം നമ്മുടെ ഈ ഒരു പ്രസംഗമുള്ളൂ. പക്ഷെ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളണതാണ്. 1ാം ക്ലാസ് പ്രസംഗമായിരുന്നു. നല്ല ക്ലാസിക്കൽ മെസ്സേജ്, ഉജ്ജ്വലമായ പ്രസംഗം. പഴയ നിയമത്തിൽ തുടങ്ങി ചരിത്രത്തിൻ്റെ അടരുകളിലൂടെ സഞ്ചരിച്ച് യേശുക്രിസ്തുവിൻ്റെ ഗോൽഗൊഥ വരച്ചെന്ന് അവനെ ക്രൂശിച്ച സംഭവ വികാസങ്ങൾ കൃത്യം പ്രതിപാദിച്ച് ഒടുക്കം ഉയരത്തിലേക്ക് കരേറിപ്പോയ സംഭവം വരെ പറഞ്ഞു നിർത്തിയപ്പോൾ മഹാപുരോഹിതൻ കോപിഷ്ഠനായി. അവിടെ കാര്യം പറയാം. പുരോഹിതൻ കോപം നിറഞ്ഞു, ജനം കോപം നിറഞ്ഞു. പക്ഷേ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞു. വ്യത്യാസത നിങ്ങൾ ഞാനും നമ്മളുള്ള വ്യത്യാസത നാട്ടുകാരെ സൗരങ്ങളെ നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? നമ്മൾ ആത്മാവിൽ നിറഞ്ഞു, നിങ്ങൾക്ക് കോപം നിറഞ്ഞു. കോപം നിറഞ്ഞവൻ ആയുധമേന്തി വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാലം അത് തെളിയിച്ചിട്ടുണ്ട്. ആത്മശക്തിക്ക് വേണ്ടി വേണം ഈ പ്രഥമ രാത്രി ദൈവജനം കാത്തിരിക്കാൻ. ആർക്കും പ്രതിവാദം പറയാൻ കഴിയാത്ത വിധത്തിലെ ഉയരത്തിലെ ശക്തിയും കരുത്തും പ്രാപിച്ചു വേണം ദൈവമക്കൾ എന്ന് വിടുവിക്കുക. സ്തേഫാനോസ് പ്രസംഗം കേട്ട് മഹാപുരോഹിതൻ പറഞ്ഞു, ഇനി സാക്ഷി മൊഴി വേണ്ട. അദ്ദേഹത്തിന് ഈ അരിശ സഹിക്ക വയ്യാഞ്ഞിട്ട് ഈ വസ്ത്രം അങ്ങ് കീറി ഒരു പ്രതിഷേധം കാണിച്ച് എന്നിട്ട് കല്ലെറിയാൻ ഉത്തരവിട്ടു. കല്ലെറിയാൻ ആളുകൾ ആരവാരം മുഴക്കി കൂടുമ്പോൾ ഇവരെല്ലാം ഒരുതരം മേൽവസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഓടിപ്പോയി കല്ലെറിയാൻ പാടാതെ അടി വീഴും. അപ്പോൾ ശൗല് പറഞ്ഞു, കൂട്ടുകാരാ, എറിയാൻ പോകുന്ന ആരൊക്കെയാ? ഇന്ന ആളുകളാ, ഇവിടെ വാ. നിങ്ങളുടെ അങ്കിയെല്ലാം തന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കും. ഒരുത്തനും തൊടുകയില്ല, ഞാനിവിടെ നിൽപ്പുണ്ട്. ഏറ് നല്ല കൃത്യമായിരിക്കണം, തല എറിഞ്ഞ് പറിക്കണം, എറിഞ്ഞ് വികൃതമാക്കണം. ഈ പറയുന്നവൻ്റെ വേറെ ജോലി ചെയ്യണോ? സ്ത്രീ എന്ന പുരുഷനെന്ന വ്യത്യാസമില്ലാത്ത സുവിശേഷം പറയുന്നവരെ വലിച്ചിഴച്ച് തെരുവിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തിട്ട് താക്കീത് കൊടുത്തുവിടുമ്പോൾ കട്ടെ. ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ദൃശ്യം കണ്ടു. ഹാള് പണിയാൻ അനുവാദമില്ലെന്നോ, യോഗം നടത്താൻ അനുവാദം, പേപ്പർ കാണിക്കണം നിർത്തിനോട്. നീ ആര് പേപ്പർ ചോദിക്കാൻ? മനസ്സിലായില്ലേ? നീ ആരുടെ പേപ്പർ ചോദിക്കാൻ? ആര് തോന്നി അധികാരം? ഇത് ചോദിക്കണ്ടേ? അല്ല, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചോദിക്കാൻ വിഷമം ചോദിച്ചാൽ സാറാരാണ് ഇത് ചോദിക്കാൻ? മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങ് ചോദിച്ചോ, കുഴപ്പമില്ല. സാറ് ഇത് എവിടെ കിട്ടിയ അധികാരം? ഈ പേപ്പർ കാണണോ? ഞങ്ങൾ കാണിച്ചു തരാം. ബോധ്യമുള്ളവർ കാണിച്ചു തരാമെന്ന് ഈ പ്രശ്നമില്ല. ചിലത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക, അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ. നീ ഈ പ്രസംഗം കേൾക്ക്, നിന്നെപ്പറ്റി ഒന്നും അല്ല പറയും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ നേരം കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ കാര്യം? ഇതൊന്നും പറയാൻ നമുക്ക് ആവശ്യമില്ല, ആഗ്രഹമില്ല. കാരണം ഞങ്ങളിങ്ങനെ അൺവാണ്ടഡായ ടോക്കിന് പോകാറില്ല. സമയം തീരെ കുറവ്, പ്രാണൻ തീരെ കുറവ്, ആയുസൊക്കെ കുറവാണ്. അതിനകത്ത് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് ഉയരത്തിൽ നിൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏതെല്ലാം തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ ഇതുപോലൊരു കൺവെൻഷൻ വെച്ച കൂടുതൽ ആളില്ലെന്ന് ഇന്ന് സ്ഥിതി മാറി. അത് തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾക്കറിയണ്ടേ, ഒറീസയുടെ മണ്ണിൽ ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം തകർത്തു നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ എളിവനായ എൻ്റെ വീട്ടിൽ വന്നു. ആ വന്ന ദിവസം ഞങ്ങൾ ഈ ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്കളെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹപ്രവർത്തനായ ഗ്രഹാം സ്റ്റെയിൽസിനെ തീ വെച്ച് കൊന്നിട്ട് ഇന്ന് 25 വർഷം തിരിയുന്ന ദിവസമാണ്. അങ്ങനെ എൻ്റെ വീട്ടിലാണ്. ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ആ വിവരം ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം, എൻ്റെ മകൻ ഇന്ന് വന്നിട്ടുണ്ട്, അവനിങ്ങനെ അത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ജീപ്പ് തടഞ്ഞു നിർത്തി ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റീൻസ് എന്നറിയപ്പെടുന്ന മിഷണറിയെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടും അവിടെ ഇരുന്ന് ഉറങ്ങാം. വണ്ടിയിൽ ഒരു കടാര കൊണ്ട് കുത്തി, തലങ്ങും വിലങ്ങും കുത്തി, നെഞ്ചിലും കഴുത്തിലുമൊക്കെ കുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ തീ കൊളുത്തിയല്ലേ വന്നേ? ഞാൻ പറഞ്ഞു, നോ. ഇങ്ങനെ ആഞ്ഞാഞ്ഞ് കുത്തി 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 അദ്ദേഹം എന്തോ ഇങ്ങനെ ശബ്ദം മുഴക്കുമ്പോൾ കുഞ്ഞ് കണ്ണ് തുറന്നു. ചെറുക്കൻ അപ്പാന്നൊന്ന് വിളിച്ചു. രക്ഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങുക. അവനെയും തള്ളി അകത്തിട്ടു. ഒടുക്കം ഈ ജീപ്പിനും ഗ്രഹാസ് സൈവസിനും ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീട്ടു. തീയാളി കത്തുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ചൂട് കൊണ്ട് ഉണർന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഒന്നും മനസ്സിലാകുന്നില്ല, ഉറക്കമാണ് വണ്ടിയിരുന്ന്. ആണ് ഈ ജീപ്പിൻ്റെ ഗ്ലാസ് തുറന്ന് പുറത്തേക്കൊന്ന് ചാടാൻ ശ്രമിച്ചു. ചാടിയ കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തി തിരിച്ചെടുത്ത് തീക്കിട്ടു ചുട്ടു. ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്തു തെറ്റി വരിപ്പറ? ഞങ്ങൾ പ്രതികരിച്ചോ? ഇതാണ് ഞങ്ങളുടെ സംയമനം. ഒന്നുകൂടി പറയട്ടെ, രാജ്യമേ,
നിങ്ങൾ ഞങ്ങളെ പഠിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ ആരാണ്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. ആരുമാകട്ടെ ഭരണാധികാരി പ്രാർത്ഥിക്കാൻ രേഖാമൂലം എഴുതി വെച്ച ഒരു പുസ്തകമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല സ്നേഹിത, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയണ്ടേ, ഞാൻ എൻ്റെ അനുഭവം കൂടി പ്രഖ്യാപിക്കാം. ഞാൻ പല വീഡിയോകളിലും പൊതുയോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരപ്പുറത്ത് കുന്നംകുളം എന്നൊരു സ്ഥലത്ത് ഞാനൊരു യോഗം കഴിഞ്ഞ് വരിക. എൻ്റെ സ്നേഹിതനൻ ഒരു പാസ്റ്റർ ബോബി കൂടെ ഉണ്ട്, തൃശ്ശൂരുകാരനാണ്. ഞങ്ങൾ വഴിയരികിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഞങ്ങളുടെ അരികിലേക്കൊരു മനുഷ്യൻ ഓടി വന്നു. ഫുഡൊക്കെ എടുത്ത് തരികയാണ്. അച്ഛന്മാരെ കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് സൽക്കരിക്കുകയാണ്. സാധാരണ രീതി ഞങ്ങൾ ഭക്ഷണത്തിന് കയറിയാൽ നമ്മുടെ കാശ് കൊടുത്ത് കഴിക്കാൻ തുടങ്ങിയാലും ആൾക്കാർ പറയുന്ന പാസ്റ്റർമാരെല്ലാം തിന്നാൻ കയറുക എന്നാണ്. നിങ്ങൾ പിന്നെ അവിടെ ടൂറിന് പോകണോ ഹോട്ടലിനകത്ത്? നമ്മളൊക്കെ കഴിക്കാൻ അവിടെ കയറുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് കയറി ഫുഡൊക്കെ എടുത്തു തന്നു. നല്ല ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാനൊരു ടിപ്പ് അദ്ദേഹത്തിന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ദൈവദാസൻ്റെ കയ്യിൽ നിന്ന് പൈസയോ അത് കയ്യിലിരിക്കട്ടെ. എൻ്റെ പോക്കറ്റ് ഇട്ടു. നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇദ്ദേഹം എന്തോ പറയാൻ വരുന്ന പോലെ വരിക നീ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ വിഷയം? വാ. അല്ല ഫാദർ, ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. ഓ സന്തോഷം. അപ്പോൾ പേര് വെച്ചു, പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, സ്നേഹിത, സാധാരണ ആളുകൾ ഞങ്ങളെ കണ്ടാൽ ഒരു കാരണമില്ലാതെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ നോക്കും. താങ്കൾക്ക് തന്നെ ഈ പ്രാർത്ഥന ചോദിക്കാം. ഫാദർ, നിങ്ങൾക്ക് ഈ ഫുഡ് തരുമ്പോൾ നിങ്ങളെ ഒന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി. ഞാൻ എൻ്റെ പാപക്കറ ഇങ്ങനെ കഴുകുകയാണ്. ഞാൻ ചോദിച്ചു, എന്തോ പ്രശ്നം പറ. അദ്ദേഹം പറഞ്ഞു, ഫാദർ, ഞാൻ ഈ ഹോട്ടലിൽ വന്ന് ഇങ്ങനെ വെയിറ്ററായി ജോലി നോക്കേണ്ട ആളല്ല. ഇതിലൊക്കെ വലിയ 3 കടകൾ സ്വന്തം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഒറീസയിൽ എല്ലാം കളഞ്ഞിട്ട് പോന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാരണം നിങ്ങളറിയുന്ന ആസ്ട്രേലിയൻ മിഷണറി ഒറീസയിൽ എൻ്റെ അയൽക്കാരനായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് അവിടെ, എസ്തേർ. ആൻറ്റിയുടെ പേര് ഗ്ലാഡീസ്. ഫിലിപ്പും തിമോത്തിയും 2 ആൺകുട്ടികൾ. അവിടെ ഇവരൊരു വീട് പോലെ കഴിഞ്ഞു. അതേപോലെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ധാരാളം പലഹാരങ്ങളും വസ്തുക്കളും ഒക്കെ ആയിട്ട് ഗിഫ്റ്റായിട്ട് കാണാൻ പറ്റും. ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഓരോ വിശേഷ ദിവസങ്ങളിൽ അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ്. എൻ്റെ ഈ നെഞ്ചി കിടന്ന ആ കുഞ്ഞുങ്ങൾ 2 ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം വൈഫ് വിളിച്ചു പറഞ്ഞു, വരണേ, നമ്മളുടെ അവിടെ പാതിരി എന്നാണ് വിളിക്കുന്നത്, നമ്മുടെ പാതിരി അങ്കിളിനൊക്കെ എന്തോ പ്രശ്നം നേരിട്ട് വരണേ. ജോലി നിർത്തി ഓടി ചെല്ലുമ്പോൾ അറിയുന്നത് ഒറീസയുടെ മണ്ണിൽ ഗ്രഹാസ്റ്റൈൻസിനെ ദാരുണമായി തീ വെച്ചു വന്നു. തലയ്ക്കുന്ന എസ്തേർ എന്ന പെൺകുട്ടി കുഞ്ഞനുജന്മാരെ തൊട്ടു മുമ്പിൽ ഇതുപോലെ ജീവച്ച ഒരു ഉമ്മ പോലും കൊടുക്കാൻ കഴിയാതെ ചാരം വാരി ചാക്കിൽ പൊതിഞ്ഞു കെട്ടി അസ്ഥികൂടം ശേഖരിച്ചു കൊണ്ടുവരുമ്പോൾ അമ്മയേക്കാൾ അലമുറ കൂട്ടുന്നത് ആ പെൺകുട്ടിയാവില്ലേ? സഹോദര സ്നേഹം. ആലോചിച്ച് നോക്ക്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ 3 ആളുകളും കരഞ്ഞു. ഇവിടെ കൺമുമ്പിൽ ഈ കാഴ്ചയൊക്കെ കണ്ടു. എന്തേ പറയാൻ കാരണം, ഞാൻ അവിടെ നിന്ന് പെരുവഴി ഓരത്തുനിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പറയാ ഒരു വലിയ സംതൃപ്തി. പറഞ്ഞൊരു കഥ എന്തിനാണെന്നറിയട്ടെ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഫാദർ ഫിലിപ്പും തിമോത്തിയും എൻ്റെ അരികിൽ വന്ന് അങ്കിൾ എന്ന് വിളിക്കുന്ന ശബ്ദം കിട്ടി ഞാൻ ഞെട്ടി ഉണരുകയാണ്. അങ്കിൾ, ആ ശബ്ദം എന്നെ വല്ലാതെ അരട്ടി. മനസ്സിൽ നിന്ന് മാറുന്നില്ല. കിട്ടിയ വിലക്കതൊക്കെ കളഞ്ഞു. നാട്ടിൽ മടങ്ങിയെത്തി. ഈ ഹോട്ടലിൽ ഈ പാത്രം കഴിയും വെയിറ്ററായി ജോലി ചെയ്തും ഞാൻ എൻ്റെ ഭൂതകാലം മറക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു സംതൃപ്തിയാണ് നിങ്ങളെപ്പോലുള്ളവരെ കാണുന്നത്. ഇങ്ങനെയും മനുഷ്യരുണ്ടേ, ഇങ്ങനെയും ആളുകളുണ്ടേ. ക്രിസ്ത്യാനിയല്ലെന്നേ, ഇങ്ങനെയും മനുഷ്യരുണ്ടെന്ന് ഓർത്തോണം. അഭിമാന പുരസ്സരം മറ്റൊന്ന് പറയാ. 25 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ ഒറീസയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥിതി എന്താ? ദൈവജനം ആത്മശക്തിയോടെ ആരാധിച്ചു. തകർത്തുന്മൂലനം ചെയ്യാൻ പദ്ധതി ഇട്ടെടുത്തൊക്കെ വൻ വടവൃക്ഷമായി അത് വളർന്നു പന്തലിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും ശക്തമായി യേശുവിനെ പ്രസംഗിക്കുന്ന സഭകൾ ശക്തമായ ഒരു സംസ്ഥാനമായി അത് മാറിയെങ്കിൽ 25 കൊല്ലം മുമ്പ് ചൊരിഞ്ഞ ചോരയ്ക്ക് വിലയുണ്ട് എന്ന് ആത്മാവിന്റെ അധികാരത്തോടെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ പീഡയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ നമുക്ക് വിളിച്ചു പറയാം. അവസാന ശ്വാസത്തിലും ഞങ്ങൾ ഉലകത്തോട് വിളിച്ചു പറയും, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ. ഈ സന്നദ്ധതയുള്ള ചിലരെ കണ്ടുപിടിക്കാൻ ഈ സെൻട്രൽ കൺവെൻഷൻ. അല്ല, കടഭാരം മാറി, വേദന മാറി, ഭൂമി കിട്ടി, പുതിയ ബിൽഡിംഗ് വെച്ച് കളഞ്ഞിട്ട് കുറേ പണി നോക്കുന്നത്. ഇതൊക്കെ ആർക്ക്? യേശുവിന് വേണം. ചിലരെ ധീര പടയാളികളെ വേണം, എരിഞ്ഞു ശോഭിക്കുന്നവരെ വേണം. കൃത്യതയോടെ മുൻപോട്ട് പോകുന്ന ചില ജീവിതങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. ഈ ദേശത്ത് ധൈര്യപുരസ്സരം യേശുവിനെ പ്രസംഗിക്കുന്ന
യേശുവിന് വേണ്ടി ജീവിക്കുന്ന കാലം കഴിഞ്ഞു, ഇനി മരിക്കാൻ നമ്മുടെ തീരുമാനം. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. അത് കാരണമുണ്ട്. ഏറ്റവും ഒടുവിൽ വടക്കൻ്റെ വേറൊരു സ്ഥലത്ത് കോട്ടയംകാരനായ ഒരു ദേവദാസൻ, നമ്മുടെ IPCയുടെ വൈക്കം സെൻറ്ററിലെ ഒരു വിശ്വാസി കൂടിയ ഒരു ദേവദാസൻ, സണ്ണി എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹത്തെ ഹാളിൽ കയറി അടിച്ചു, ദാരുണമായി ഉപദ്രവിച്ചു. അടിയുടെ പ്രത്യേകത എൻ്റെ മുറിവ് വരത്തില്ല, അങ്ങനെ പരിശീലനം കിട്ടിയവരടിയാണ്, അല്ല ചുമ്മാ അടിക്കല്ല. ഇടിച്ചിടിച്ചിടിച്ച് ബോധം കെടുത്തി താഴെ വീണു. ബോധം കെട്ട് കിടക്കുമ്പോൾ മുഖത്ത് വെള്ളം തെളിച്ചു. വായിൽ ഊറി വന്ന ചോരയൊക്കെ ആരോ തുടച്ചു മാറ്റിയപ്പോൾ അതേ ഓർത്തു, ആശ്വസിപ്പിക്കാൻ ചിലരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. ആ തുടച്ചു മാറ്റിയവൻ പൊക്കിയെടുത്ത് വീണ്ടും ഇടിച്ചു. ബോധം വരുത്താൻ കാരണം വീണ്ടും ഇടിക്കാനാണ്. മുറിവ് വരാതിടിച്ച് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽപ്പിച്ച് കൊല്ലുക. എന്താ ഞങ്ങൾ ചെയ്ത കുറ്റം? സ്റ്റേറ്റ്സ് ചെയ്ത കുറ്റം എന്താ? കുഷ്ഠരോഗികൾക്ക് ആഹാരം കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. മദർ തെരേസ ചെയ്യുന്ന കുറ്റം എന്താ? കൊൽക്കത്തയുടെ ചുവന്ന തെരുവീഥികളിൽ അസാൻമാർഗ ജീവിതം നയിച്ചുണ്ടാകുന്ന അനന്തരഫലമായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ മനസ്സില്ലാതെ ആശുപത്രികൾ എവിടെയെങ്കിലും വലിച്ചെറിയുന്നു, എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്നു. മദറിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഹൂഗ്ലി നദിയുടെ തീരത്ത് പലയിടങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങളെ പെറുക്കിയെടുക്കുന്നു, വഴിയിൽ കൊണ്ട് ഉപേക്ഷിച്ച പിതാക്കന്മാരെ പെറുക്കിയെടുക്കുന്നു, പുഴുവരിച്ച ശരീരങ്ങൾ എടുത്തുകൊണ്ടുവരുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ കാണണം. ഞാനിതിൻ്റെ ഒരു ബ്രാഞ്ച് കണ്ണൂരുണ്ട്, കർത്തദാസൻ അറിയാൻ തോന്നുന്നു, അസംബ്ലി സ്കൂളിൻ്റെ അടുത്താണ്. എൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ടൊരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കാൻ ഈ സ്ഥാപനത്തിൽ ചെന്നു. 27 വയസ്സുള്ള ഒരു പുരോഹിതൻ, സുമുഖൻ, സുന്ദരൻ, അദ്ദേഹമാണ് മനോനില തെറ്റിയ 10-80 വയസ്സുള്ള അനവധി രോഗികളെ കൊണ്ടിട്ടിരിക്കുന്നവരുടെ ഭൗതികമായ ആ ശരീരത്തിൽ ലജ്ജ കൂടാതെ മടി കൂടാതെ തൊട്ട് തടവി അവരെ കുളിപ്പിക്കാൻ കഴുകാൻ നിൽക്കുന്നത് PhD എടുത്തൊരു അച്ഛനാണ്. അദ്ദേഹം എനിക്ക് അഭിമുഖം തരുന്നേ. ഓരോ 2 മിനിറ്റ് അവിടെ ഇരുന്നാൽ ദുർഗന്ധം സഹിക്കാൻ കഴിയില്ല. ഈ ബെഡെല്ലാം മാറ്റി കഴുകി അടുത്തടുത്ത് കൊണ്ടുപോയാണ്, അടുത്ത റൂമിൽ ഇവരെ ആക്കിയിട്ട് ഇവിടെ കഴുകും. കുറേ ജീവനക്കാരുണ്ട്, ആർക്കും ശമ്പളമില്ല. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞേ, നാളെ ഇതൊക്കെ കയറി ആക്രമിക്കുന്ന നിൻ്റെ മനോനില എന്താ സുഹൃത്തേ? നീ എന്താ ഈ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യത്വം വേണ്ടേ? സണ്ണി എന്ന് പറയുന്ന ഈ ദേവദാസനെ ഇടിച്ച് മുറിവേൽപ്പിച്ച് ബോധം വരുത്തിയിട്ട് ആ നാവിലൂടെ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധ പുരസരം തങ്ങൾ ആരാധിക്കുന്ന ആരാധനമൂർത്തിയുടെ പേര് പറഞ്ഞിട്ട് ജയ് എന്ന് വിളിക്കാൻ പറഞ്ഞു. ഒരു തമാശയുണ്ട്. ഈ നിർബന്ധിച്ചത് ചെയ്യുന്നതിനാ? ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ആൾ കുറഞ്ഞപ്പോൾ നിർബന്ധിച്ച് ചെയ്യുക. നമ്മുടെ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പുകാർ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ബാഹുപാസ് ഒന്നും ചെയ്യില്ലെന്നാണ് ഞാൻ ധരിക്കുന്നത്. നമ്മൾ പണ്ടേ കാണുന്നല്ലേ? പോട്ടെ, ആശാരുദ്ര ശിഷ്യനല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞതേ, പണ്ടത്തെ ആളൊന്നും ചെയ്യില്ല, പുതുതലമുറയിലെ പിള്ളേരാണ്. വന്നിട്ട് ഞാനൊന്നും അത് ഈ പാട്ട് കഴിഞ്ഞ് വരുന്നത് കാണാനൊരു ത്രാണിയില്ലാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരത്തെ വരുമ്പോഴേ ഞാൻ ഈ പാട്ട് കേൾക്കാറുള്ളൂ, തമാശല്ല. ഞാനുണ്ട് വൈഫിനോടും കുട്ടികളോടൊക്കെ പറയും, ഇവിടെ നിന്നാണ് ഞങ്ങൾ പാട്ടുകാരെ സൗണ്ടും ഒക്കെ വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ പരിപാടി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇമാർ വലിയ എഞ്ചിനീയർമാരെ പോലെ അവിടെ ഇരിക്കും. പാട്ട് പാടാനും പറ്റില്ല, പ്രസംഗിക്കാനും പറ്റില്ല, ഇവരുമായിട്ട് വഴക്കുണ്ടാക്കി മടക്കും. എന്നിട്ട് ഞാനിവിടുന്ന് അമ്പൂരിന്ന് ജയ സൗണ്ട്സിനെയൊക്കെ നാട്ടിലേക്ക് അങ്ങോട്ട് വിളിക്കുക, ഇവിടുന്ന് പാട്ടുകാരെയൊക്കെ വിളിക്കുക, ഇവിടുന്ന് കൊണ്ടുപോകുന്നേ. അപ്പോൾ ഞങ്ങളങ്ങോട്ടൊക്കെ വന്നാൽ ഇതല്ല സ്ഥിതി. ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിനേക്കാൾ ആക്റ്റാണ്. ഇവിടെ മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയ പാട്ടുണ്ട്, ആരാധിക്കാൻ പറ്റിയ പാട്ടുണ്ട്. ഇതൊക്കെ ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ആരാധീരെന്നും പറഞ്ഞു ഇവൻ ഈ വൈപ്പർ ആടുന്നല്ലോ ഇങ്ങനെ. ഈ വൈപ്പറിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ കയറാവുള്ളൂ, കാരണം യോഗത്തിൽ പോകാറുള്ളൂ. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. ഇയാൾ ഈ കാണിക്കുന്നതും മറ്റോമാർ ഈ ജയ് വിളിപ്പിക്കുന്നതും തമ്മിൽ എന്താണെന്ന് വ്യത്യാസം മനസ്സിലായി? ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യം പറയാം. ഇങ്ങനെ ജയ് വിളിപ്പിക്കാൻ കാരണം എവനെ തന്നെ അറിയാം, പുള്ളിക്ക് ഈ ജയ്യൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുക. തല്ലു കൊടുത്ത് ആരെ കൊണ്ടലും 10 ജയ്. നീ ഇത്ര അതപ്പതിച്ചു പോയോ? ഇത്ര അതപ്പതിക്കാതെ ഞങ്ങളൊക്കെ ഹല്ലേലൂയ പറയുന്ന, സ്തോത്രം പറയുന്ന സ്വന്തം മനസ്സോടെ. ഹല്ലേലൂയ. സ്വന്തം മനസ്സോടെ തമ്പുരാനെ സ്തുതിക്കുന്ന സുഖം എത്ര വലുതാ, എത്ര ആനന്ദം അതല്ലേ? ഹല്ലേലൂയ. അപ്പനും മക്കളും ഒക്കെ തീർന്ന് ഫുട്ബോൾ കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും, കെട്ടിപ്പിടിക്കും. ഇത് അയൽക്കാരൻ പറഞ്ഞിട്ട് വേണോ ഇത് നിൻ്റെ പപ്പ വരുന്നത് കെട്ടിപ്പിടിക്കാൻ? അതും വേണ്ട. ആത്മാവിലെ ആരാധന പകിട്ടവിടെയാണ്. ഇതാ ക്രൂരമായി ആക്രമിച്ചു. ഈ ആക്രമണം കണ്ട് തോറ്റുപോകരുത്. ഭക്തൻ ഇനി നിവരെ നിൽക്കേണ്ട ഒരു കാലഘട്ടം വരെയാണ്. ഇനിമേൽ ആത്മാവിൻ്റെ ശക്തിയോടെ എരിവോടെ തീവ്രമായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു തലമുറയുടെ കാലഘട്ടം വന്നിരിക്കുക. പാടുന്നവർ പാടണം, പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കണം, പ്രതിഫല വെച്ച കൂടാതെ കർത്താവിനെ പ്രസംഗിക്കണം. സ്തോത്രം. പാടാൻ വരുമ്പോൾ, പ്രസംഗിക്കാൻ വരുമ്പോൾ, യോഗം നടത്തുമ്പോൾ എന്തായി തീരാമെന്നല്ല, കർത്താവിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുക, ഈ ചിന്തയോടെ പോകണം.
ഇനി കാലവധിയില്ല, അതുകൊണ്ട് പറയുക. വീണ്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. സ്തെഫാനോസ് എന്ന മനുഷ്യന്റെ പ്രസംഗം കേട്ടു, കൊല്ലാൻ ഉത്തരവിട്ടു, ഏറ് തുടങ്ങി, രൂക്ഷമായ കല്ലുകൾ തലയിൽ വന്ന് പതിച്ചു. ഇതുകൊണ്ടൊരു കാര്യം പറയാം. ഞാൻ മുമ്പ് ഒരിക്കൽ യോഗത്തിൽ ഹൈറേഞ്ചിലൊരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കള്ളി എത്തിയിട്ട് വന്നൊരുത്തൻ അത് വെട്ടുന്ന ആ സാധനം കൊണ്ട് സ്റ്റേജിലേക്ക് ഓടി വന്നു. ഒരൊറ്റ വെട്ടാണ്. ഈ വെട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു വെട്ടെന്ന് കൊണ്ട് തീരുന്ന സംഗതിയല്ല നമ്മൾ, അത് വേറൊരു കാര്യം. ഞാൻ ആ പുലിപ്പറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു. വെട്ട് കൊണ്ടത് ഈ മൈക്കിനിട്ടാണ്. ഇത് മറിഞ്ഞു വീണു. ഞാൻ നോക്കുമ്പോൾ സകല റൈറ്റ് റെവറൻഡുമാർ ഓടുന്നു സ്റ്റേജിൽ നിന്ന്. റൈറ്റ് റെവറൻഡ് അട്ടർ മോസ്റ്റ് റെവറൻഡ് ഓടുകയാണ്. ഓടിക്കളഞ്ഞു. ആ പാടെ പാട്ട് പാടാൻ വന്നൊരു വെങ്കച്ചവടിരിപ്പുണ്ട്, പാവം. അതിൻ്റെ ഒരു സ്റ്റുഡൻ്റ്, അവൾ ഇനി എന്നെയുള്ള സ്നേഹം കൊണ്ട് ഓടാൻ ഞാനിരിക്കാം. അവരിപ്പുണ്ട്, സുലേഖ എന്നാ പേര്, നാട്ടുകാരിയാണ്, പാവം. സുലേഖ ഒഴികെ സകല ആൾക്കാർ ഓടി. സുലേഖ ഇപ്പോഴും കാണുമ്പോൾ പറയും, സാറേ ആ കാര്യം മറക്കാൻ വയ്യ, ഓടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇരിയട അവിടെ നിന്ന് പറഞ്ഞു. ആരാണ് നിൻ്റെ വിചാരം? നമ്മളാരാ? നമ്മുടെ അപ്പോയിൻമെൻറ്റ് മോളിൽ നിന്നാ നീ. ആ ധൈര്യത്തിലട്ടോ മുകളിൽ നിന്ന് നീ വെട്ടാൻ വെട്ടുകൊള്ളത്തില്ലെന്നൊന്നുമില്ല. ദൈവം അനുവദിച്ചാൽ കൊണ്ടൊന്നും വരാം. അതിനോട് സന്നദ്ധതയുള്ളവർ വേണം ഇനി പ്രസംഗിക്കാൻ ഇറങ്ങാൻ. അതാ പറഞ്ഞത്, മനസ്സിലായില്ലേ? രണ്ടു തരം കാര്യം വെച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചു, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി. ചമ്മട്ടി ചങ്ങല ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ വിശ്വാസത്താൽ ബ്രേക്ക് ചെയ്തു. ഇനി വേറൊരു കുട്ടിയെക്കുറിച്ച് പറയുക. വേറെ ചിലർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദി ഏറ്റു. കർത്താവ് പറഞ്ഞു, കർത്താവ് എനിക്ക് വിടുതലൊന്നും വേണ്ട, അവൻ വെട്ടിയാൽ ഞാൻ അംഗീകരിച്ചെന്ന്. അത്രയും ബോധം വന്ന വിശ്വാസി 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നെന്ന്. ചങ്ങല ധരിച്ചപ്പോഴേ പറയും കൊണ്ടുവരാൻ പറഞ്ഞു, കുറച്ചുകൂടെ ധരിപ്പിച്ചോളാൻ പറഞ്ഞു, ദേഹം മൊത്തം കിട്ടോളാൻ പറഞ്ഞു. മൊത്തം ഹല്ലേലൂയാ സ്തോത്രം, മൊത്തം ആക്രമിച്ചോളാൻ പറഞ്ഞു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേൽക്കാൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത രക്തസാക്ഷികളുടെ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ലോകത്തേറ്റവും അധികം ആളുകൾ ഒരു ആശയത്തിന്റെ പിന്നിൽ മരിച്ചു വീണിട്ടുണ്ടെങ്കിൽ നസ്രായനായ യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ്. കോടിക്കണക്കിന് ആളുകളുടെ ജീവരക്തം ചൊരിഞ്ഞ് രൂപപ്പെട്ട മഹത്തരമായ മാർഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിത്വം. സ്തെഫാനോസ് ഉജ്ജ്വലമായി അങ്ങ് പ്രസംഗിച്ചു. എൻ്റെ പൊന്നു ബ്രദറെ എന്ന് പതുക്കെ പറയാൻ പറ. ഉജ്ജ്വലമായ ഈ മാർഗം, മഹത്തരമായ ഈ മാർഗം ഉലകത്തോട് സമ്പാദിച്ച കാലത്തിന്റെ ചരിത്രം പരിഗണിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, 10 റോമൻ ചക്രവർത്തിമാർ 3 നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ക്രൂരമായ പീഡയുടെ ഒരു കാലഘട്ടത്തെ അഴിച്ചുവിട്ടു നമ്മളെ തകർക്കാൻ. ഇന്നീ കാണുന്ന സംഭവമൊന്നുമല്ല പണ്ട്. അവിടെ പറയാം, പണ്ടത്തെ പീഡയുടെ രീതി കേൾക്കണം. നമ്മളെ ചില ആളുകൾ പാടാറുണ്ട്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ. സത്യത്തിൽ ഇനി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾ പാടുകയില്ല, ഒരാൾ പാടുകയില്ല. എന്താ 1-ാം നൂറ്റാണ്ടിൽ നടന്നെന്ന് അറിയണ്ടേ? ആലയമില്ലെന്നല്ല ഒരുമിച്ച് കൂടാൻ പറ്റില്ല. നമ്മൾ നിരോധിക്കപ്പെട്ട മാർഗമായിരുന്നു. ഇന്ത്യയിലൊക്കെ എന്ത് സ്വാതന്ത്ര്യമുണ്ട്? നിരോധിക്കപ്പെട്ടൊരു മാർഗം. അന്നത്തെ ഭരണകൂടം പറയുന്നത് എന്താണെന്നറിയണ്ടേ? വിഗ്രഹമില്ല, ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ അംശവടിയോ ആചാരവസ്ത്രമോ ധരിച്ചൊരു പുരോഹിതനില്ല. ജനസാമാന്യങ്ങൾ ഒത്തുകൂടി പാടുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് മതം? 2 പ്രാർത്ഥനാവേളയിൽ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ദൈവദാസൻ പറയും, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മക്കായി ഇത് ഭക്ഷിക്കുവിൻ. കുറ്റം നമ്മുടെ മീതെ ചുമത്തി, നമ്മൾ നരഭോജികളാണെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ആളുകളെ ശിക്ഷിച്ചു. അന്നത്തെ മനുഷ്യരെ ഈ ആലയത്തിലേക്ക് പോകാൻ വഴി ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചർച്ച കോഡ് ഫുൾ ഗോസ്പൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പണ്ട് പിടിച്ചാൽ അകത്തു പോവും. ക്രൂരമാ വീടാ റോമിൽ. അതിനൊരു മത്സ്യത്തിൻ്റെ ചിത്രം ഇങ്ങനെ വരച്ചിട്ടിരിക്കും. നമുക്ക് തങ്ങളിൽ അറിയാം സംഭവം തന്നെ ഇങ്ങനെ കോഡ് ഭാഷ. മത്സ്യത്തിൻ്റെ തല കാണുമ്പോൾ ഓർത്തു കൊള്ളണം, ഒരാരോ പോലെയാണ്. മത്സ്യത്തിൻ്റെ പിൻഭാഗം അങ്ങനെയാണല്ലോ, ഒരാരോ പോലെ. ഇതുവഴി പോയാൽ ഒരു ചർച്ച ഉണ്ടെന്ന്. ഇങ്ങനെയാണ് ഈ പടം ചുമ്മാ പാറയിലൊക്കെ കുത്തിയിടും. നമ്മുടെ ആളുകൾ ഇങ്ങനെ പോയി വലിയ മലമുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഗുഹകൾക്കുള്ളിലാണ് ചർച്ച്. വലിയ ഗുഹയുണ്ട് അവിടെ. ആ ഗുഹകൾക്കുള്ളിൽ അത് ശവകുടീരം കൂടിയാണ്. ആ ഗുഹയുടെ ഭിത്തി ഇങ്ങനെ ചതുരത്തിൽ തുരന്നിട്ട് ഇതിനകത്ത് ആ ബോഡി വെക്കുന്ന പഴയ സെല്ല് അങ്ങനെയാണ് അടച്ചിട്ട് പോരുകയാണ്. ഇവിടേക്ക് ഒരു മനുഷ്യനും വരികയില്ല. പേടി കാരണം ആരും വരികയില്ല. ശവത്തെ അടക്കിയൊക്കെയല്ലേ പണ്ടും ഈ ശവകുടീരങ്ങളെ മനുഷ്യന് പേടിയാണ്. ഇവിടേക്ക് അങ്ങനെ പെട്ടെന്ന് വരാത്തതുകൊണ്ട് ഇതിനകത്ത് കയറി ഈ കുറ്റാക്കുറ്റിരുട്ടത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കാൻ വെളിച്ചം വേണം. അതിനെ മെഴുതിരി കരുതുന്നത്. അങ്ങനെ പള്ളി മെഴുതിരി കത്തിക്കുന്ന ഏർപ്പാടുണ്ടായത്. അതിപ്പോൾ പട്ടാപ്പകലും വന്ന് കിൻഡൽ കണക്കിന് കത്തിക്കുക. ഇതുണ്ടായത് ഗുഹയ്ക്കകത്തിരുന്ന് ഇത് വായിക്കാൻ, തിരുവെഴുത്ത് വായിക്കാൻ, സങ്കീർത്തനം വായിക്കാൻ ഇതങ്ങോട്ട് വായിക്കും. അങ്ങോട്ട് വരുമ്പോഴേ ഒരു കോഡ് ഭാഷയല്ല തിരിച്ചറിയുന്നത്. ഒരു തങ്ങളിൽ പറയും, മാറാനാഥ
കേട്ടവൻ പറയും അനാഥമ. അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി എന്നൊരാൾ. അടുത്ത ആളുടെ പ്രതികരണം എങ്ങനെ? നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം മനസ്സിലായി നമ്മുടെ ആളാ. വിളിച്ചുകൊണ്ട് വരും. പാട്ടുമൊക്കെ തുറന്നു. പുരോഹിതൻ ഇതൊക്കെ വായിച്ചിട്ട് സങ്കീർത്തനമൊക്കെ വായിച്ചൊരു ആശ്വാസവചനമൊക്കെ പറയും. എൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. അതേ, എൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. ഉറപ്പിൻ്റെ ആലോചന അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ കരച്ചിലും എങ്ങലടിയൊക്കെ കഴിഞ്ഞു. പറയും, ശരി, പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പറയാം. ഒരു സഹോദരി ഇരുന്നിട്ട് പറയും, എനിക്ക് സ്തോത്രത്തിനും പ്രാർത്ഥനയ്ക്കൊരു വിഷയമുണ്ട്. എന്താ? കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ വന്ന എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് എൻ്റെ കൂടെ ഇല്ല. എൻ്റെ കാരണം ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരെന്നറിഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ വെച്ച് അദ്ദേഹത്തെ അടിച്ച് വലിച്ചിലച്ച് വിചാരണയ്ക്ക് കൊണ്ടുപോയി. എവിടെയാണെന്ന് പോലൊരു പിടിയില്ല. ആരോട് ചോദിക്കാൻ, ആരറിയാൻ? ദുഃഖിതയായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഉള്ളത് നിങ്ങളെ കണ്ടെന്ന് പറയാൻ വരുമ്പോൾ ഇന്നത്തെ വചനമൊക്കെ കേട്ടപ്പോൾ എൻ്റെ വിഷമം അങ്ങ് മാറി. അദ്ദേഹത്തെ ഇവിടെ വച്ചല്ലെങ്കിൽ ഞാൻ നിത്യതയിൽ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷ അവരങ്ങോട്ട് പങ്കിടും. സഭ ഉണർന്നൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കകത്ത് രണ്ട് രീതി കാണും. തമ്പുരാനെ, സകലത്തെയും അറിയുന്നവനെ, ഞങ്ങളുടെ സഹോദരിയുടെ പ്രിയപ്പെട്ടവൻ തിരുസന്നിധിയിൽ വന്നെങ്കിൽ അവിടെ വെച്ച് കാണാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഈ ഭൂപ്പരപ്പിലുണ്ടെങ്കിൽ ഒരു ബലം തന്നെ ഞങ്ങൾ വീണ്ടും കാണാൻ ഭൂപ്പരപ്പിൽ അനുവദിക്കണമേ. ഇത് രണ്ടും പറഞ്ഞ് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു പുരുഷൻ അപ്പുറത്ത് നിൽക്കും. അദ്ദേഹം പറയും, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ അപകരിച്ചു കൊണ്ടുപോയി. വീട് വിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരാരും വീട്ടിലില്ല. അയൽക്കാർ പറഞ്ഞു, റോമിലെ പടയാളികൾ ചാട്ടക്കടിപ്പിച്ച് കൊണ്ടുപോകുന്നു കണ്ടു. ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ വലിച്ച് താഴെ കിട്ടിട്ട് സ്ത്രീകളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കിരാത ഭ്രാന്തന്മാർ. കുറ്റം ഇത്രേ ഉള്ളൂ, നമ്മൾ വിശ്വാസികളാണ്, വേറെ കുറ്റമൊന്നുമില്ല. പിന്നെ കേൾക്കട്ടെ, ചുണ്ണാമ്പ് ചൂളകളിലേക്ക് മനുഷ്യനെ ഇറക്കി വിട്ടു. ധാന്യമണി കൊടുക്കാതെ വളർത്തുന്ന എലികളുണ്ട്. എന്നുവെച്ചാൽ സ്ഥിരം അങ്ങനെ വളർത്തുന്നല്ല, പട്ടിണിക്കിടുക എലികളെ, ഒരുതരം വെള്ള എലികൾ. ഈ എലികളെ മൺകുടത്തിൽ അടച്ചിട്ട് മനുഷ്യൻ്റെ വയറോട് ചേർത്ത് വെച്ച് കെട്ടും. 1-2 ആഴ്ച ജലപാനമില്ലാതെ ധാന്യമണി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന എലികൾ മനുഷ്യ ശരീരം ആന്തിക്കീറി അള്ളിപ്പറിച്ച് കടിച്ചു മുറിച്ച് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. ശരീരം കടിച്ചു പറ്റിച്ച് പുറത്തേക്ക് ചാടും. ഈ എലികളുടെ നിറമൊക്കെ ചോര പറ്റിപ്പിടിച്ച് ഒരു ക്രൂരഭാവത്തിലാണ് മുമ്പിലൂടെ ഇടയുന്നത്. റോമിൽ കൊലക്കളം എന്നൊരു സ്ഥലമുണ്ട്, റോമൻ കൊളോസിയം. ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകും. അർത്ഥവൃത്താകൃതിയുള്ള വലിയൊരു ഗാലറിയാണ്. കാഴ്ചക്കാരവിടെ വന്നിരിക്കും കാഴ്ച കാണാൻ. നൂറുകണക്കിന് ആളുകൾ കൂടുന്ന ഇടത്തേക്ക് ഇരുമ്പ് ദണ്ടുകൾ കുത്തിവെച്ചിട്ട് ആ ഇരുമ്പ് ദണ്ടിലേക്ക് മനുഷ്യന്റെ കൈ പിന്നിലേക്ക് വലിച്ചു കെട്ടി മെഴുകിൽ മുക്കിയ തുണി കൊണ്ട് ശരീരമാസകലം ചുറ്റി മുകളിലൊരു ദണ്ടും വളയവും ചേർത്ത് വെച്ചിട്ട് തീ കൊളുത്തും. ചലിക്കാൻ പോലും ആവാതെ ആ ഇരുമ്പ് തൂണിൽ ആള് തീ വെന്തിരുന്ന് മരിക്കും. 1-2 പേരെയല്ല, നിരവധി ആളുകളെ ഇങ്ങനെ നിർത്തിയിരിക്കുക. കുതിരയുടെ ശരീരത്തിലേക്ക് മനുഷ്യന്റെ തല തലകീഴായി കെട്ടും. താഴെ കിടക്കുന്ന തല ഈ കുതിരയെ കയറ്റിയിട്ട് ഈ പടിക്കെട്ടുകൾ ഇങ്ങനെ ഓടിച്ചൊരു പടയാളി പോകുമ്പോൾ ഫുട്ബോൾ തെറിക്കും പോലെ ഈ തല ഇങ്ങനെ തെറിക്കും. മക്കളും ഭാര്യയൊക്കെ കണ്ടു നിൽക്കണം. കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ചാട്ടക്കടിക്കും. ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത് 1-2 പേരെ അല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരെ നഷ്ടപ്പെട്ട ഈ മാർഗം 300 കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന പീഡ കൊണ്ട് നമ്മെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സഭ പടർന്നു പന്തലിച്ചെങ്കിൽ ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഉറപ്പും ധൈര്യമുള്ളവരായി വേണം ഇന്നിവിടം വിട്ടുമടങ്ങാൻ. ഒരാശങ്കയുടെ ആവശ്യമില്ല. ഏകരായി വീട് വിട്ടിറങ്ങി യേശുവിനെ അനുധാവനം ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. ഭാവി എന്താകുമെന്ന് വെല്ലുവിളിച്ചവരുടെ സ്ഥാനത്ത് അന്തസ്സോടെ ആത്മാർത്ഥതയോടെ വിലയും നിലയും തന്ന് നിങ്ങളെ ദേശത്ത് നിലനിർത്തിയ മഹാദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ നിങ്ങളെ അവസാനത്തോളം വഴി നടത്താൻ ശക്തൻ എന്ന വചനം ജീവിതത്തിൽ ആപ്തവാക്യമായി മാറിയ ജനാവലിയുടെ ശബ്ദം എനിക്കിന്ന് രാത്രി കേൾക്കാം. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, സ്തെഫാനോസ് അങ്ങോട്ട് കൊണ്ടുപോകും. കൊണ്ടങ്ങോട്ട് വീഴുമ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ചുണ്ണാമ്പ് ചൂള ഇറക്കിയ വേദന ഉണ്ടാവും, തീർച്ചയായിട്ടും. നമ്മളെ പിടിച്ച് തീച്ചൂളയിലിട്ട വേദന ഉണ്ടാവും, പിന്നെ ചുട്ടുകൊള്ളും. സത്യമാണെങ്കിലും അതത്ര സത്യമല്ല. ആദ്യത്തെ ഈ വേദന ഉള്ളെന്ന് പിന്നെ ബാധിക്കില്ല. എന്താ അങ്ങനെ പറയുന്നത്? പറയാം. നമുക്കിട്ട് ഏറുകൊള്ളുന്ന മനുഷ്യൻ ഇങ്ങനെ തടയുക കുറേയൊക്കെ. ഒടുവിൽ ഏറുകൊണ്ട് വീഴുമ്പോൾ മ്ലാനവദനായി, ദുഃഖിതനായി, ക്ഷീണിതനായി ആ മനുഷ്യൻ പിടയുന്ന രംഗമില്ലേ? ചിലതരം ദൃശ്യങ്ങൾ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഓർമ്മ വരും. ചിലപ്പോൾ അട്ടപ്പാടിയിൽ മധു എന്ന് പേരായ ഒരു ആദിവാസി സഹോദരനെ കൊല്ല ഒരു രംഗമുണ്ട്. അദ്ദേഹം ആ കയ്യും കെട്ടി നിൽക്കുന്ന രംഗം നമ്മുടെ എല്ലാം കരളലിയിച്ചു. അതിൽ കട്ടത് റിസർവ് ബാങ്കിൻ്റെ
താക്കോലൊന്നുമല്ല, ഒരു പിടി ചോറ്, ഒരു പിടി അന്നത്തിന് വേണ്ടത് മോഷ്ടിച്ചു. ശരിയാണ്. പ്രഭുത്വ കേരളം ആ മനുഷ്യനെ എങ്ങനെയാണ് കൊന്നത്? ഹീനമായ ആ രംഗം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മുഖം നമ്മളെ ഇന്നും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിശപ്പിൻ്റെ വിളി. ഇതുപോലെ പീഡിപ്പിച്ചു കൊല്ലുന്ന ചിലരുടെ മുഖം ഇങ്ങനെയാണ്, ഭീകരമാണ്. ഏറുകൊണ്ടുമൊക്കെ മരിക്കുന്ന മനുഷ്യരെ ഇവിടെയാണൊരു കാര്യം പഠിക്കണ്ടേ. സഹോദരേ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. മുട്ടുകുത്തി താഴെ വീഴുമ്പോൾ മ്ലാനവതനായി കണ്ണുകൾ നിറഞ്ഞ് ചോര പൊടിഞ്ഞ് അങ്ങനെ വീഴേണ്ടതാ. തലയിൽ കൊണ്ടു. തലയിൽ മുറിപ്പാടുകൾ സൃഷ്ടിച്ച വിടവിലൂടെ രക്തം ഇങ്ങനെ ഒഴുകി. ശരീരം രക്തത്തിലേക്ക് ഇങ്ങനെ കുളിക്കുമ്പോഴും വചനം പറയാ, അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. ഇന്ന് രാത്രി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം ഈ ചൈതന്യത്തോടെ ഏറ്റെടുക്കാൻ വചനം കേൾക്കുന്നവർ കത്തിന് തൻ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പീഡ വരുമ്പോൾ, ആക്രമണം വരുമ്പോൾ, മുറിവേൽക്കുമ്പോൾ, ചോര ചൊരിയുമ്പോൾ പ്രാർത്ഥിക്കാം, തമ്പുരാനെ ഈ മുഖശോഭ നഷ്ടപ്പെടുത്താതെ, ഈ സന്തോഷം നഷ്ടപ്പെടുത്താതെ നിനക്ക് വേണ്ടി പൊരുതി മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം. ഒന്ന് തീരുമാനിച്ചു പോണം. ഒരു നിർബന്ധത്തിനും വഴങ്ങി ഞാൻ ഈ നാവിലൂടെ മറ്റൊരു ശബ്ദമെടുക്കില്ല. അവസാന നിമിഷവും പറയും, അങ്ങ് മാത്രം രക്ഷകൻ, ഉലകത്തിന്റെ മുഴുവൻ രക്ഷകൻ അങ്ങ് മാത്രം, അങ്ങയിലൂടെ മാത്രം രക്ഷ. അതിനെനിക്കൊരു സഹായം നൽകണമേ, എനിക്കതിന് ത്രാണി നൽകണമേ. മരണത്തിന്റെ മുമ്പിൽ അടിപതറാത്ത തേജസ്സേറിയ സുവിശേഷത്തിന്റെ ശുഷ്കാന്തി അത് ഉണരുന്ന യുവാക്കന്മാർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവരെ കണ്ടുപിടിക്കാനാ ഞങ്ങൾ ഈ യോഗം വെച്ചിരിക്കുന്നത്. സ്തോത്രം. വേറുണ്ടോ? മുഖം ദൈവദൂതനെ പോലെ ശോഭിച്ചപ്പോൾ വിളിച്ചൊരു പ്രഖ്യാപനം എന്താണെന്നറിയണ്ടേ? കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതെന്ന്. ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാന്ന്? ഉപദ്രവിച്ചോട് വല്ലതും കൊണ്ടോ? ഈ ഗ്രഹാം സ്റ്റീൽസിൻ്റെ വൈഫ് ഗ്ലാഡീസ് ആൻറ്റി അവരുടെ മുമ്പിലേക്ക് ഈ കൊല ചെയ്ത മനുഷ്യനെ കൊണ്ടുവന്നു, ദാരാസിംഗ്. അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഗ്ലാഡീസ് സ്റ്റീൽസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്രിസ്തുയേശുവിൻ്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കട്ടെ മകനെ, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ മകനെ. സ്തോത്രം. ഇത് പറയാൻ ആർജവമുള്ള ഒരു സമൂഹം മാത്രമേ ലോകത്തുള്ളൂ. കയ്യിൽ കരവാളെന്തിക്കൊണ്ട് അടുത്തു വരുന്നവനും പടവാളോങ്ങി മുമ്പിൽ വരുന്നവനും കരങ്ങൾ ഉയർത്തി ആശംസ അർപ്പിക്കുന്ന ഒരുവനെ ഉലകം കണ്ടിട്ടുള്ളൂ. അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആക്രമിക്കാൻ അടുത്തു വരുന്നവനും സ്വന്തം ശരീരം നീട്ടിക്കൊടുത്ത് മുൾക്കിരീടം കൊണ്ടുവരുന്നവനും തല മുമ്പോട്ട് കൊടുത്ത് തൻ്റെ മീതെ കുരിശർപ്പിക്കാൻ കടന്നു വരുന്നവൻ്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിക്കൊടുത്ത് അഭിമാന പുരസരം ശിക്ഷ കെട്ടുവാങ്ങിയ ആ മഹാഗുരുവിനെ ഈ രാത്രി കർത്താവിൻ രക്ഷിതാവുമായി ഉയർത്തിക്കാട്ടി ഉലകത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മറ്റൊരു വല്യം രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അതുല്യനാമം യേശുക്രിസ്തുവിൻ്റെ തിരുനാമം. സ്തോത്രം. ഈ കിടപ്പിൽ സ്തെഫാനോസ് പറയാണ്, ഒരു കാഴ്ചയുടെ ദൃശ്യം. ഏറുകൊണ്ട് വീണവൻ പറയാ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം തുറന്നെങ്കിൽ പിന്നെ ഏറുകൊള്ളാൻ എന്താ മടി? നമുക്ക് പറയാം, തമ്പുരാനെ, ഇത്തരം ഒരു കാഴ്ച അതിനു വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പീഡ വന്നാലും പിന്നെന്ത്? ഈ കാഴ്ചയുടെ ഉറപ്പാ, സഹനത്തിൻ്റെ ഉറപ്പ്. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത് ദൈവത്തിൻ്റെ പുത്രൻ ഇരിക്കുന്നതും ഞാൻ കാണുന്നു. ദൈവപുത്രൻ്റെ സ്ഥലം മനസ്സിലായോ? പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത്. എന്തിനാ അവിടെ ഇരിക്കുന്നത്? പറയാം. ഈ ലോകത്തിൻ്റെ വലതുഭാഗത്തെ ന്യായാധിപ കോടതിയിലെ സ്തെഫാനോസിന് വേണ്ടി സംസാരിക്കാൻ ഒരുത്തനെയും കാണാതെ പോയപ്പോൾ പരമാധികാരിയുടെ തൊട്ടരികിൽ മഹിമയുടെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നു. ഈ രാത്രി അവനോട് പ്രാർത്ഥിച്ചാട്ടെ, സങ്കടങ്ങൾ പങ്കിട്ടാട്ടെ, വേദനകൾ അവിടെ ഇറക്കി വെച്ചാട്ടെ. എന്താ അതിൻ്റെ അവസാനത്തെ ആഗ്രഹമെന്ന് ചോദിക്കാതെ തന്നെ സ്തെഫാനോസ് പറയുക, ഈ പാപം ഇവരോട് ക്ഷമിക്കണം. കർത്താവ് ക്ഷമിച്ചു. ആ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്ന പൗലോസ് എന്ന കൊടും തീവ്രവാദി ആ കുറ്റത്തിൻ്റെ ശിക്ഷ ഇളച്ചു കൊടുത്തുകൊണ്ട് സ്തെഫാനോസിന്റെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചുകൊണ്ട് ഒരു ദൈവമനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് അവിടെ തുറക്കം കുറിച്ചെങ്കിൽ സുവിശേഷ വിരോധം നിമിത്തം എനിക്കും നിനക്കും നേരെ കടന്നു വരുന്ന പ്രതിസന്ധി കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ ഉണർന്നാട്ടെ. ചില പരിവർത്തനങ്ങൾ, ചില മാറ്റങ്ങൾ നാനും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്ത്, ഭാവിക്കുന്നതിനപ്പുറത്ത് ദൈവം ചില മാറ്റങ്ങൾ ദേശത്ത് വരുത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും അതിനെ തടയാൻ കഴിയില്ല. പൗലോസ് എന്ന ശൗൽ തിരിച്ചു പോന്ന വഴിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് താഴെ വീണു. കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് പൗലോസ് ചോദിക്കുകയാണ്, അങ്ങ് ആരാ കർത്താവേ? പറയൂ. മറുപടി ലളിതം, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാണ്. ലോകമേ അറിയുക, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ് ഇന്ന് രാത്രി ഇവിടെ ഉള്ളത്.
കർത്താവിൻ്റെ ഭക്തനെ ആക്രമിക്കുമ്പോൾ ആ തിരിശരീരത്തിലെ മുറിപ്പാടുകൾ വേദനിക്കും. അത് പ്രതികാരമായി തീരില്ല. നിന്നെ സ്നേഹിക്കുന്ന നല്ലവനായ യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നിങ്ങൾ ലോകത്തിൽ ഏറ്റവും കൊടും കുറ്റവാളിയായിക്കൊള്ളട്ടെ, സുവിശേഷത്തെ അപഹസിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എങ്ങനെയും മഹത്തരമായ സന്ദേശത്തെയും അതിൻ്റെ വക്താക്കളെ ഉപദ്രവിക്കാം എന്ന് ചിന്തിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ സ്നേഹം നിങ്ങളിലും വാഴുന്നു. യേശു നിങ്ങളെ തൊടുന്നു. ഒപ്പം ഈ കെട്ട സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് യേശുവിനായി നിൽക്കണം. ഏത് പ്രായമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ, എനിക്കെൻ്റെ യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനെ സാക്ഷീകരിക്കണം, യേശുവിൻ്റെ മകളാകണം. മൂർച്ചയേറിയ അനുഭവത്തിൽ യേശുവിനെ ശുശ്രൂഷിക്കണം. പ്രസംഗിച്ച് ഇഹലോകം വിട്ടു പോകണം. പാടി യേശുവിന് വേണ്ടി പാടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തമ്പുരാനെ, എനിക്ക് നിനക്കായി ജീവിക്കാൻ ഒരു പുനഃസമർപ്പണം ചെയ്യുന്നു. ആർക്ക് പറയാം? ആർക്ക് സമർപ്പണം ചെയ്യാം? ദൂരത്തോ അരികിലോ ഈ പന്തലിനുള്ളിലോ വചനം കേട്ടവർക്കിടയിൽ അത്തരമൊരു ദൈവകൃപ ഹൃദയത്തിൽ പ്രവർത്തിച്ചവർക്ക്, ഒരു പ്രചോദനം ലഭിച്ചവർക്ക് മാത്രം ഈ രാത്രി കരമുയർത്താം. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കും. ചില കരമുയർത്തുന്നു, ചില സഹോദരങ്ങൾ കരമുയർത്തുന്നു, ചില സഹോദരിമാർ കരമുയർത്തുന്നു, ചില പ്രായമുള്ള ദൈവമക്കൾ കരമുയർത്തുന്നു, അപ്പച്ചന്മാർ കരമുയർത്തുന്നു. ഈ പ്രായത്തിലും ചുറുചുറുക്ക് നഷ്ടപ്പെടാതെ, ഊർജ്ജസ്വല നഷ്ടപ്പെടാതെ ഈ ആരോഗ്യം യേശുവിന് വേണ്ടി എന്ന് പറയാൻ ചില കരമുയർത്തുന്നു. ചില കർത്തദാസന്മാർ കരമുയർത്തുന്നു. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഭാഷ മാറുന്നു, രീതി മാറുന്നു, നിറം മാറുന്നു. അതിൻ്റെ മുനകൾ 1000 ഇടങ്ങളിലേക്ക് തറയ്ക്കും വിധം രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന ക്രൂരമായ അസ്ത്രങ്ങളായി, ആയോധനകലയുടെ സവിശേഷമായ ദൈവിക ഇടപെടലായി അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ഈ രാത്രി പോരിന് വിരലുകളെ, കൈകളെ അഭ്യസിപ്പിക്കുന്ന, താമ്രജാപം കുലയ്ക്കുന്ന മഹാദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു.